യോഗ സാധന ഗുരുകുലത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ നിഷാദ് കുമാർ രവീന്ദ്രൻ, സീനിയർ യോഗ അധ്യാപകനും ക്ലിനിക്കൽ യോഗ തെറാപ്പിസ്റ്റുമായ ഞാൻ വർഷങ്ങളായി യോഗശാസ്ത്രത്തിന്റെ പരമ്പരാഗത ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അവയുടെ സാരം ലളിതമായ മലയാളത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു യാത്രയിലാണ്. യോഗ സാധന ഗുരുകുലം എന്ന ഈ ചാനലിൽ പുരാതന യോഗ ഗ്രന്ഥങ്ങളെ അവയുടെ യഥാർത്ഥ രൂപത്തിൽ അനാവശ്യ കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാതെ ലളിതവും വ്യക്തവുമായ മലയാളത്തിൽ നാം ചർച്ച ചെയ്യും. ഇന്ന് നാം സ്വാത്മാരാമൻ രചിച്ച ഹഠയോഗ പ്രദീപികയുടെ 2ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ശ്ലോകവും സംസ്കൃത മൂലപാഠത്തോടൊപ്പം ലളിതമായ വിശദീകരണത്തോടെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ശ്വാസം. നമ്മൾ ജനിച്ച നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെ ഒരു നിമിഷം പോലും നിർത്താതെ നടക്കുന്ന ഒരു കാര്യം. നമ്മൾ അതിനെ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ 1000 കൊല്ലം മുമ്പ് സ്വാത്മാരാമൻ എന്ന യോഗി ഒരു കാര്യം മനസ്സിലാക്കി. ശ്വാസത്തെ നിയന്ത്രിക്കുന്നവന് മനസ്സിനെ നിയന്ത്രിക്കാം, മനസ്സിനെ നിയന്ത്രിക്കുന്നവന് ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാം. ഇതാണ് ഹഠയോഗ പ്രദീപികയുടെ 2ാം അധ്യായം പറയുന്നത്. പ്രാണായാമം. 78 ശ്ലോകങ്ങളിലൂടെ സ്വാത്മാരാമൻ നമ്മളെ നാഡീശുദ്ധിയിലേക്കും കുംഭകത്തിന്റെ 8 ഭേദങ്ങളിലേക്കും ഷഡ്കർമ്മങ്ങളിലേക്കും ഒടുവിൽ കുണ്ടലിനി ഉണരുന്നതിലേക്കും രാജയോഗത്തിന്റെ പടിവാതിൽക്കലേക്കും കൊണ്ടുപോകുന്നു. ഇത് വെറും ശ്വസന വ്യായാമമല്ല, ജീവന്റെ രഹസ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ. ദ്വിതീയോപദേശഃ. അഥാസനെ ദൃഢേ യോഗി വശീഹിതമിതാശനഃ ഗുരുപദിഷ്ഠമാർഗേണ പ്രാണായാമാൻ സമഭ്യസേത്. ആസനത്തിൽ സ്ഥിരത നേടിയ യോഗി ഇന്ദ്രിയങ്ങളെ വരുതിയിലാക്കി ഹിതവും മിതവുമായ ആഹാരം ശീലിച്ച് ഗുരു ഉപദേശിച്ച മാർഗത്തിലൂടെ പ്രാണായാമം അഭ്യസിക്കണം എന്നാണ് സ്വാത്മാരാമൻ ഈ ആദ്യ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ 3 മുന്നൊരുക്കങ്ങളാണ് സൂചിപ്പിക്കുന്നത്: ഉറച്ച ആസനം, വരുതിയിലുള്ള ഇന്ദ്രിയങ്ങൾ, ശരിയായ ഭക്ഷണ രീതി. ഇവ 3ഉം ഇല്ലാതെ പ്രാണായാമം ആരംഭിക്കരുതെന്ന് ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നു. കാരണം ശരീരം സ്ഥിരമല്ലെങ്കിൽ, മനസ്സ് ചഞ്ചലമാണെങ്കിൽ ശ്വാസ നിയന്ത്രണം ഫലം ചെയ്യില്ല. ഗുരുവിന്റെ മാർഗനിർദ്ദേശം എന്ന വാക്കും ശ്രദ്ധേയമാണ്. പ്രാണായാമം സ്വയം പഠിക്കാവുന്ന ഒരു കാര്യമല്ല, മറിച്ച് അനുഭവസമ്പന്നനായ ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കേണ്ട ഒരു സൂക്ഷ്മ ശാസ്ത്രമാണ് എന്ന മുന്നറിയിപ്പ് ഇവിടെ അടങ്ങിയിരിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ ശ്വാസവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ചലേ വാതേ ചലം ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേത്. യോഗി സ്ഥാണുത്വമാപ്നോതി തതോ വായും നിരോധയേത്. ശ്വാസം ചലിക്കുമ്പോൾ മനസ്സും ചലിക്കുന്നു, ശ്വാസം നിശ്ചലമാകുമ്പോൾ മനസ്സും നിശ്ചലമാകുന്നു. അങ്ങനെ യോഗി പൂർണ്ണമായ സ്ഥൈര്യം കൈവരിക്കുന്നു. അതിനാൽ ശ്വാസത്തെ നിയന്ത്രിക്കേണ്ടതാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഇത് ഹഠയോഗ പ്രദീപികയിലെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഒന്നാണ്. ശ്വാസവും മനസ്സും 2 വേറെ കാര്യങ്ങളല്ല, ഒരേ ഊർജത്തിന്റെ 2 രൂപങ്ങളാണ്. ശ്വാസം ചഞ്ചലമാകുമ്പോൾ ചിന്തകൾ അലയടിക്കുന്നു, ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകുന്നു. അതുകൊണ്ടാണ് പ്രാണായാമത്തെ മനഃശാന്തിയിലേക്കുള്ള നേരിട്ടുള്ള മാർഗമായി യോഗശാസ്ത്രം കണക്കാക്കുന്നത്. മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിലേക്ക് എത്തിച്ചേരുക എന്ന തന്ത്രമാണ് സ്വാത്മാരാമൻ നിർദ്ദേശിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ ജീവനും ശ്വാസവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കുന്നു. യാവദ് വായുഃ സ്ഥിതോ ദേഹേ താവദ് ജീവനമുച്യത്തെ മരണം തസ്യ നിഷ്ക്രാന്തിസ്തതോ വായും നിരോധയേത്. ശരീരത്തിൽ ശ്വാസമുള്ളിടത്തോളം കാലം അതിനെ ജീവിതമെന്ന് വിളിക്കുന്നു. അതിന്റെ വിടവാങ്ങൽ തന്നെയാണ് മരണം. അതുകൊണ്ടാണ് ശ്വാസത്തെ നിയന്ത്രിക്കേണ്ടത്. ജീവനും ശ്വാസവും തമ്മിലുള്ള ബന്ധം സ്വാത്മാരാമൻ വളരെ ലളിതമായി പറയുന്നു. ശ്വാസം നിലയ്ക്കുന്നിടത്താണ് ജീവിതം അവസാനിക്കുന്നത്. അതുകൊണ്ട് പുരാതന യോഗികൾ ശ്വാസത്തെ മന്ദഗതിയിലും ആഴത്തിലുമാക്കി ജീവചൈതന്യത്തിന്റെ ക്ഷയത്തിന്റെ വേഗത കുറയ്ക്കാൻ ശ്രമിച്ചു. ശ്വാസത്തിന്റെ വേഗതയും ജീവന്റെ ദൈർഘ്യവും തമ്മിൽ ബന്ധമുണ്ട് എന്നായിരുന്നു അവരുടെ വിശ്വാസം. ശ്വാസം സാവധാനവും ആഴവുമാകും തോറും ജീവിതം കൂടുതൽ കാലം നിലനിൽക്കും. അതിനാൽ ശ്വാസ നിയന്ത്രണത്തിലൂടെ ദീർഘായുസ് നേടാമെന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ ഈ നിയന്ത്രണം സാധ്യമാകണമെങ്കിൽ ആദ്യം ശരീരത്തിനുള്ളിലെ വഴികൾ ശുദ്ധമായിരിക്കണം. അതാണ് അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ ചൂണ്ടിക്കാണിക്കുന്നത്.
मलाकलासु नाडीषु मारुतो नैव मध्यगः कथं स्याद् उन्मनीभावः कार्यसिद्धिः कथं भवेत्. നാഡികൾ മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുമ്പോൾ പ്രാണൻ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല. അപ്പോൾ ഉന്മനീഭാവം എങ്ങനെ കൈവരും? കാര്യസിദ്ധി എങ്ങനെ ഉണ്ടാകും? ഇവിടെ നാഡി എന്നത് ശരീരത്തിലെ സൂക്ഷ്മമായ ഊർജച്ചാലുകളാണ്. ഇവ മാലിന്യങ്ങളാൽ അടഞ്ഞിരിക്കുമ്പോൾ പ്രാണശക്തിക്ക് ശരീരത്തിന്റെ നടുഭാഗത്തിലൂടെ, അതായത് നട്ടെല്ലിന്റെ നടുവിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ഈ വഴിയിലൂടെ പോകാതെ മനസ്സ് അതിന്റെ പരിമിതികളെ അതിലംഘിക്കുന്ന ഉന്നതാവസ്ഥയായ ഉന്മനീഭാവത്തിലേക്ക് എത്തുകയില്ല. അതായത് ബാഹ്യമായ ശ്വസന വ്യായാമം മാത്രം പോരാ, അതിനു മുൻപ് ശരീരത്തിനുള്ളിലെ വഴികൾ ശുദ്ധമാകണമെന്ന അടിസ്ഥാന കാര്യമാണ് ഈ ശ്ലോകം പറയുന്നത്. ഈ ശുദ്ധീകരണം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ വിശദീകരിക്കുന്നു. ശുദ്ധമേതി യഥാ സർവം നാഡീചക്രം മലാകുലം തദൈവ ജായത്തെ യോഗി പ്രാണസംഗ്രഹണേ ക്ഷമഃ. സാധാരണയായി മാലിന്യങ്ങൾ നിറഞ്ഞ നാഡീ സമൂഹം പൂർണ്ണമായി ശുദ്ധമാകുമ്പോൾ മാത്രമേ യോഗിക്ക് പ്രാണനെ ശരിയായി നിയന്ത്രിക്കാൻ കഴിവുണ്ടാകൂ. ഈ ശ്ലോകം മുൻ ശ്ലോകത്തിന്റെ തുടർച്ചയാണ്. നാഡികൾ ശുദ്ധമാകാതെ പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ശുദ്ധീകരണവും നിയന്ത്രണവും തമ്മിലുള്ള ഈ ബന്ധം ഹഠയോഗ പ്രദീപികയുടെ പ്രാണായാമ ചിന്തയുടെ അടിസ്ഥാനമാണ്. ഇതൊരു ക്രമമായ പ്രക്രിയയാണ് എന്ന് സ്വാത്മാരാമൻ പറയുന്നു. ആദ്യം ശുദ്ധീകരണം, പിന്നെ നിയന്ത്രണം, ഒടുവിൽ ഫലം. തിടുക്കം കാണിച്ചാൽ ഒന്നും കിട്ടില്ല എന്നൊരു ചെറിയ മുന്നറിയിപ്പ് ഇതിലുണ്ട്. എങ്ങനെയാണ് ഈ ശുദ്ധീകരണം സാധ്യമാകുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. പ്രാണായാമം തതഃ കുര്യാത് നിത്യം സാത്വികയാ ധിയാ യഥാ സുഷുമ്നാ നാഡീസ്ഥാ മലാഹ ശുദ്ധിം പ്രയാന്തി ച. അതിനാൽ ശുദ്ധഹൃദയനായ യോഗി സുഷുമ്നാ നാഡിയിലെ മാലിന്യങ്ങൾ നീങ്ങുന്ന വിധം സാത്വികമായ മനോഭാവത്തോടെ നിത്യവും പ്രാണായാമം അഭ്യസിക്കണം. ഇവിടെ ശുദ്ധമായ മനസ്സോടെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. വെറും ഒരു യന്ത്രത്തെ പോലെ ചെയ്യുന്ന ശ്വാസോച്ഛ്വാസമല്ല, മറിച്ച് ശാന്തമായ ശുദ്ധമായ മനസ്സോടെ വേണം പ്രാണായാമം ചെയ്യാൻ. മനസ്സിന്റെ ഗുണനിലവാരം തന്നെ അഭ്യാസത്തിന്റെ ഫലത്തെ നിർണയിക്കുന്നു എന്ന ദർശനമാണിത്. സുഷുമ്നാ നാഡി എന്നാൽ നട്ടെല്ലിലൂടെ തലയുടെ മുകൾ ഭാഗം വരെ പോകുന്ന കേന്ദ്ര വഴിയാണ്. പ്രാണൻ ബ്രഹ്മരന്ധ്രത്തിലേക്ക് പോകുന്നത് ഈ വഴിയിലൂടെയാണ് എന്ന് പിന്നീട് വീണ്ടും പറയും. ഈ ശുദ്ധീകരണം പ്രാണായാമം എങ്ങനെ ചെയ്യണമെന്ന അടുത്ത ശ്ലോകങ്ങളിൽ സ്വാത്മാരാമൻ വിശദമായി പറയുന്നു. ബദ്ധ പദ്മാസനോ യോഗി പ്രാണം ചന്ദ്രേണ പൂരയേത് ധാരയിത്വാ യഥാശക്തി ഭൂയഃ സൂര്യേണ രേചയേത്. പദ്മാസനത്തിൽ ഇരുന്ന യോഗി ചന്ദ്രനാഡിയായ ഇടതുമൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് തന്റെ കഴിവിനനുസരിച്ച് ധരിച്ച ശേഷം സൂര്യനാഡിയായ വലതുമൂക്കിലൂടെ പുറത്തേക്ക് വിടണം. ഇവിടെ പ്രായോഗിക പ്രാണായാമ ക്രിയ ആരംഭിക്കുന്നു. ഇടത് നാസാരന്ധ്രത്തെ ചന്ദ്രനെന്നും വലത് നാസാരന്ധ്രത്തെ സൂര്യനെന്നും വിളിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ശരീരത്തിലെ തണുപ്പും ചൂടുമുള്ള രണ്ട് ഊർജ പ്രവാഹങ്ങളെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യവസ്ഥ കൂടിയുണ്ട്. പദ്മാസനം ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ പ്രാണായാമം ശുപാർശ ചെയ്യുന്നില്ല. ശരീരത്തിന്റെ സ്ഥിരതയില്ലാതെ ശ്വാസനിയന്ത്രണം ഫലം ചെയ്യില്ല എന്ന ആദ്യ ശ്ലോകത്തിലെ തത്വം ഇവിടെയും ആവർത്തിക്കപ്പെടുന്നുണ്ട്. എതിർദിശയിലുള്ള ക്രിയ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. പ്രാണം സൂര്യേണ ചാകൃഷ്യ പൂരയേതുധരം ശനൈഃ വിധിവത് കുംഭകം കൃത്വാ പുനശ്ചന്ദ്രേണ രേചയേത്. പിന്നീട് വലതു മൂക്കിലൂടെ സാവധാനം ശ്വാസം വലിച്ചെടുത്ത് ഉദരം നിറച്ച് യഥാവിധി കുംഭകം ചെയ്ത ശേഷം ഇടത് മൂക്കിലൂടെ പുറത്തുവിടണം. ഇത് മുൻ ശ്ലോകത്തിന്റെ പൂരണമാണ്. ഒരു ചക്രം ഇടത്തുനിന്ന് വലത്തോട്ടും മറ്റൊന്ന് വലത്തുനിന്ന് ഇടത്തോട്ടും. ഇവിടെ വിധിവത് കുംഭകം എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. കുംഭകം എന്നാൽ ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്ന ധാരണയാണ്. ഇത് ശരിയായ വിധിപ്രകാരം, അതായത് ശരിയായ അളവിലും ക്രമത്തിലും വേണം ചെയ്യാൻ എന്ന നിർദ്ദേശം ഇതിലുണ്ട്. ഇരുമൂക്കിലൂടെ മാറി മാറി ശ്വസിക്കുന്ന ഈ ക്രിയ ശരീരത്തിലെ ശീത ഉഷ്ണ ഊർജധാരകളെ സന്തുലിതമാക്കാൻ ലക്ഷ്യമിടുന്നു. ഈ ക്രിയയുടെ കൃത്യമായ താളം അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. യേന ത്യജേത് തേന പീത്വാ ധാരയേദതിരോധതഃ രേചയേच्च തതോന്യേന ശനൈരേവ ന വേഗതഃ. ഏത് മൂക്കിലൂടെയാണോ ശ്വാസം പുറത്തുവിട്ടത്
അതേ മൂക്കിലൂടെ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ബലം പ്രയോഗിക്കാതെ പിടിച്ചു നിർത്തണം. പിന്നീട് മറ്റേ നാസാരന്ധ്രത്തിലൂടെ സാവധാനം തിടുക്കമില്ലാതെ പുറത്തുവിടണം. ഇവിടെ ബലം പ്രയോഗിക്കാതെ എന്ന വാക്ക് വളരെ പ്രധാനമാണ്. ശരീരത്തിന്റെ സ്വാഭാവിക പ്രേരണയെ ബലം പ്രയോഗിച്ച് അമർത്തരുത് എന്ന മുന്നറിയിപ്പ്. ഇത് ഹഠയോഗത്തിന്റെ ബലപ്രയോഗ ദർശനത്തിനിടയിലും സൂക്ഷ്മമായ സൗമ്യതയും ജാഗ്രതയും ആവശ്യമാണ് എന്ന് കാണിക്കുന്നു. ഇവിടെ പരാമർശിക്കുന്ന ഈ ക്രിയ പിൽക്കാല ഗ്രന്ഥകാരന്മാർ അനുലോമ വിലോമ പ്രാണായാമം എന്ന് വിളിക്കുന്നു. എങ്കിലും സ്വാത്മാരാമൻ ഇതിന് പ്രത്യേകമായ ഒരു പേര് നൽകുന്നില്ല. ഈ ആദ്യ 10 ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത് നാഡീശുദ്ധി വരുത്തുന്ന പ്രാണായാമമാണ്. അതേസമയം 8 കുംഭകങ്ങൾ എന്നറിയപ്പെടുന്ന വിശിഷ്ട പ്രാണായാമ വിധങ്ങൾ പിന്നീടുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കപ്പെടും. ഈ ക്രിയയുടെ പൂർണ്ണരൂപം അടുത്ത ശ്ലോകത്തിൽ സംഗ്രഹിക്കുന്നു. പ്രാണം ചേദിഡയാ പിബേത് നിയമിതം ഭൂയോന്യഥാ രേചയേത് പീത്വാ പിംഗലയാ സമീരണമഥോ ബദ്ധ്വാ ത്യജേത് വാമയാ സൂര്യചന്ദ്രമസോരനേന വിധിനാഭ്യാസം സദാ തൻവതാം ശുദ്ധാ നാഡീഗണാ ഭവന്തി യമിനാം മാസത്രയാദൂർധ്വതഃ. ഇടതുമൂക്കിലൂടെ ശ്വാസമെടുത്ത് പിടിച്ചു നിർത്തിയ ശേഷം മറ്റേ മൂക്കിലൂടെ പുറത്തുവിടണം. പിന്നെ വലതു മൂക്കിലൂടെ ശ്വാസം എടുത്ത് പിടിച്ചു നിർത്തിയ ശേഷം ഇടത്തിലൂടെ പുറത്തുവിടണം. ഇങ്ങനെ സൂര്യചന്ദ്ര നാഡികളിലൂടെ എപ്പോഴും അഭ്യസിക്കുന്നവരുടെ നാഡികൾ 3 മാസത്തിനുള്ളിലോ അതിനുശേഷമോ ശുദ്ധമാകുന്നു. ഈ ശ്ലോകം 7ഉം 8ഉം ശ്ലോകങ്ങളിൽ വിവരിച്ച ക്രിയയുടെ ആവർത്തനവും സംഗ്രഹവുമാണ്. എന്നാൽ ഇവിടെ ഒരു നിർണായക വിവരം കൂടി കൂട്ടിച്ചേർക്കുന്നു: സമയപരിധി. 3 മാസത്തെ നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് നാഡീശുദ്ധി പൂർണ്ണമാവുന്നത് എന്ന യാഥാർത്ഥ്യബോധമുള്ള മാർഗനിർദ്ദേശം. ഇത് ആത്മീയ സാധനയിലെ ക്ഷമയുടെയും തുടർച്ചയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഉടനടി ഫലം പ്രതീക്ഷിക്കാതെ ക്രമമായ അഭ്യാസത്തിലൂടെ മാത്രമേ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടൂ. ഈ അഭ്യാസം ദിവസത്തിൽ എത്ര തവണ ചെയ്യണം എന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുന്നു. പ്രാതർമധ്യന്ദിനെ സായം അർദ്ധരാത്രേ ച കുംഭകാൻ ശനൈരശീതി പര്യന്തം ചതുർവാരം സമഭ്യസേത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അർദ്ധരാത്രി എന്നിങ്ങനെ 4 നേരങ്ങളിലായി കുംഭകങ്ങൾ അഭ്യസിക്കണം. ക്രമേണ 80 വരെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട്. ഇവിടെ ഒരു ദിനചര്യയായി പ്രാണായാമത്തെ സ്വാത്മാരാമൻ അവതരിപ്പിക്കുന്നു. 4 നേരങ്ങളിലായി 80 കുംഭകങ്ങൾ വീതം എത്തുമ്പോൾ ഒരു ദിവസം ആകെ 320 കുംഭകങ്ങൾ വരെ അഭ്യസിക്കാമെന്നാണ് സൂചന. എന്നാൽ ശനായി എന്ന വാക്ക് വീണ്ടും ഊന്നി പറയുന്നത് ശ്രദ്ധിക്കുക. ക്രമേണ, സാവധാനം എന്നാണ് അതിന്റെ അർത്ഥം. അഭ്യാസത്തിന്റെ എണ്ണവും സെഷനുകളുടെ എണ്ണവും ഒരുപോലെ ക്രമേണ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം ധൃതി കൂട്ടിയുള്ള അഭ്യാസത്തിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ അഭ്യാസത്തിന്റെ ഘട്ടങ്ങളിൽ ശരീരത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കനീയസി ഭവേത് സ്വേദഃ കമ്പോ ഭവതി മധ്യമേ ഉത്തമേ സ്ഥാനമാപ്നോതി തതോ വായും നിബന്ധയേത്. താഴ്ന്ന നിലയിലുള്ള പ്രാണായാമം വിയർപ്പുണ്ടാക്കുന്നു. മധ്യമ നിലയിലുള്ളത് കമ്പനം ഉളവാക്കുന്നു. ഉത്തമ നിലയിൽ അഭ്യസിക്കുമ്പോൾ പ്രാണൻ ബ്രഹ്മരന്ധ്രത്തിലേക്ക് ഉയർന്ന ഉന്നതാവസ്ഥ കൈവരുന്നു. അതിനാൽ ശ്വാസത്തെ തുടർച്ചയായി അച്ചടക്കത്തിലാക്കി നിയന്ത്രിക്കണം. ഇവിടെ അഭ്യാസത്തിന്റെ പുരോഗതി 3 ഘട്ടങ്ങളായി വിവരിക്കുന്നു: വിയർപ്പ്, കമ്പനം, ഒടുവിൽ ഉന്നത സ്ഥാനം. ഇത് സാധകന് തന്റെ പുരോഗതി തിരിച്ചറിയാനുള്ള ഒരു ആന്തരിക അളവുകോലായി വർത്തിക്കുന്നു. ശരീരത്തിലെ ചൂട് കൂടുന്നത് കൊണ്ടാണ് വിയർപ്പുണ്ടാകുന്നതെന്ന് ചില പണ്ഡിതർ വിശദീകരിക്കുന്നു. ആത്മീയമായ പുരോഗതി എന്നത് ഒരു ക്രമമായ ശാരീരിക മാനസിക മാറ്റമാണെന്നും അതിന് അതിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ട് എന്നും ഈ ശ്ലോകം കാണിക്കുന്നു. ഈ വിയർപ്പിനെ എന്ത് ചെയ്യണമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. ജലേന ശ്രമജാതേന ഗാത്രമർദ്ദനമാചരേത് ദൃഢതാ ലഘുതാ ചൈവ തേന ഗാത്രസ്യ ജായത്തെ. അഭ്യാസത്താൽ ഉണ്ടാകുന്ന വിയർപ്പ് കൊണ്ട് ശരീരം തടവണം. അതിലൂടെ ശരീരത്തിന് ബലവും ലാഘവവും കിട്ടും. ഈ ചെറിയ എന്നാൽ പ്രായോഗികമായ നിർദ്ദേശം യോഗാഭ്യാസത്തിലെ ശരീര പരിപാലനത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നു. അഭ്യാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വിയർപ്പ് വെറുതെ ഒഴിവാക്കേണ്ട ഒന്നല്ല, മറിച്ച് അതിനെ ശരീരത്തിലേക്ക് തന്നെ തിരികെ സ്വാംശീകരിക്കുന്ന ഒരു ക്രിയയായി
സ്വാത്മാരാമൻ കാണുന്നു. ദൃഢതയും ലഘുത്വവും ഒരേ സമയം ബലവും ഭാരമില്ലായ്മയും എന്ന ഈ ഇരട്ട ഗുണം ഹഠയോഗ സാധനയുടെ ശാരീരിക ലക്ഷണങ്ങളിൽ ഒന്നാണ്. അഭ്യാസകാലത്ത് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുന്നു. अभ्यासकाले प्रथमे शस्तं क्षीराज्यभोजनं ततो अभ्यासे दृढीभूते न तादृङ् नियमग्रहः. അഭ്യാസത്തിന്റെ തുടക്കത്തിൽ പാലും നെയ്യുമുള്ള ഭക്ഷണം നല്ലതാണ്. അഭ്യാസം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ഭക്ഷണ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നില്ല. ഇവിടെ സ്വാത്മാരാമൻ കാണിക്കുന്ന പ്രായോഗിക ബുദ്ധി ശ്രദ്ധിക്കണം. തീവ്രമായ പ്രാണായാമ അഭ്യാസം ശരീരത്തിൽ ചൂടുണ്ടാക്കുന്നത് കൊണ്ട് തുടക്കത്തിൽ പോഷകമുള്ളതും തണുപ്പുള്ളതുമായ ഭക്ഷണം വേണം. പക്ഷേ ശരീരം അഭ്യാസത്തിന് ശീലിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യമായ നിയമങ്ങളൊന്നും വേണ്ട എന്ന വഴക്കമുള്ള സമീപനമാണ് ഇവിടെ കാണുന്നത്. ഹഠയോഗം ഒരു ജീവനുള്ള മാറിക്കൊണ്ടിരിക്കുന്ന അഭ്യാസക്രമമാണെന്നും സാധകന്റെ ശരീരാവസ്ഥയ്ക്ക് അനുസരിച്ച് നിയമങ്ങൾ മാറ്റാമെന്നും ഇത് കാണിക്കുന്നു. ഈ അഭ്യാസത്തിന്റെ ക്രമമായ സ്വഭാവം അടുത്ത ശ്ലോകത്തിൽ ഒരു ഉപമയിലൂടെ പറയുന്നു. यथा सिंहो गजो व्याघ्रो भवेद्वश्यः शनैः शनैः तथैव सेवितो वायुः अन्यथा हन्ति साधकम्. സിംഹത്തെയോ ആനയെയോ കടുവയെയോ എപ്രകാരം ക്രമേണ സാവധാനം മെരുക്കിയെടുക്കുന്നുവോ അതുപോലെ ശ്വാസത്തെയും ക്രമേണ വരുതിയിലാക്കാം. അല്ലാത്ത പക്ഷം അത് സാധകനെ ദ്രോഹിക്കും. ഈ ശ്ലോകത്തിലെ ഉപമ വളരെ ശക്തമാണ്. ശ്വാസത്തെ ഒരു കാട്ടുമൃഗത്തോട് ഉപമിക്കുന്നത് പ്രാണശക്തിയുടെ അപാരതയും അപകട സാധ്യതയും ഒരേ സമയം സൂചിപ്പിക്കുന്നു. ബലം പ്രയോഗിച്ചോ തിടുക്കപ്പെട്ടോ ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് ഗുണത്തിന് പകരം ദോഷമായി മാറും. ഇത് ഹഠയോഗ പ്രതിഭയിൽ ഉടനീളം ആവർത്തിക്കുന്ന ഒരു മുന്നറിയിപ്പിന്റെ ശക്തമായ ആവിഷ്കാരമാണ്. ക്ഷമയും ക്രമാനുഗതമായ പരിശീലനവും ഇല്ലാതെ ചെയ്യുന്ന യോഗാഭ്യാസം ഹാനികരമാകും. ശരിയായ അഭ്യാസത്തിന്റെയും തെറ്റായ അഭ്യാസത്തിന്റെയും ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ താരതമ്യം ചെയ്യും. प्राणायामेन युक्तेन सर्वरोगक्षयो भवेत् अयुक्ताभ्यासयोगेन सर्वरोगसमुद्गमः. ശരിയായി ചെയ്യുന്ന പ്രാണായാമത്താൽ സകല രോഗങ്ങളും ക്ഷയിക്കുന്നു. തെറ്റായ രീതിയിൽ അഭ്യസിക്കുന്ന യോഗത്താൽ സകല രോഗങ്ങളും ഉടലെടുക്കുന്നു. ഈ ശ്ലോകം ഒരു രണ്ട് വശമുള്ള സത്യം പറയുന്നു. ഒരേ ക്രിയ തന്നെ ശരിയായി ചെയ്താൽ ഗുണം ചെയ്യും, തെറ്റായി ചെയ്താൽ ദോഷം ചെയ്യും. ഇത് പ്രാണായാമത്തെ ഒരു നിസ്സാര അഭ്യാസമായി കാണരുത് എന്ന ഗൗരവമായ മുന്നറിയിപ്പാണ്. മുൻ ശ്ലോകത്തിലെ കാട്ടുമൃഗ ഉപമയുടെ തുടർച്ചയായി ഇതിനെ കാണാം. ശരിയായ മാർഗനിർദ്ദേശത്തോടെയും അച്ചടക്കത്തോടെയും ചെയ്യുന്ന അഭ്യാസം മാത്രമേ ഗുണം ചെയ്യൂ. തെറ്റായ അഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. हिक्काश्वासश्च कासश्च शिरः कर्णाक्षिवेदनाः भवन्ति विविधाः रोगाः पवनस्य प्रकोपतः. ഇക്കൽ, ശ്വാസതടസ്സം, ചുമ, തലവേദന, കാതുവേദന, കണ്ണുവേദന എന്നിങ്ങനെ വിവിധ രോഗങ്ങൾ ശ്വാസത്തിന്റെ പ്രകോപനത്താൽ ഉണ്ടാകും. ഇത് പ്രായോഗികമായ ഒരു മുന്നറിയിപ്പാണ്. തെറ്റായ, അമിതമായ അല്ലെങ്കിൽ ധൃതി പിടിച്ച പ്രാണായാമ അഭ്യാസം ശരീരത്തിലെ വായു തത്വത്തെ പ്രകോപിപ്പിക്കുകയും അതുവഴി ഇത്തരം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്ന ലക്ഷണങ്ങൾ ശ്വാസകോശത്തെയും തലയെയും അതിനടുത്തുള്ള അവയവങ്ങളെയും ബാധിക്കുന്നവയാണ് എന്നത് ശ്രദ്ധിക്കണം. ശരീരത്തിലെ പ്രാണശക്തിയുടെ അസന്തുലിതാവസ്ഥ ഈ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ പ്രത്യാഘാതം കാണിക്കുന്നു എന്നാണ് സൂചന. ഈ അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. युक्तं युक्तं त्यजेद्वायुं युक्तं युक्तं च पूरयेत् युक्तं युक्तं च बध्नीयात् एवं सिद्धिमवाप्नुयात्. ശരിയായ അളവിൽ ശ്വാസം പുറത്തുവിടണം. ശരിയായ അളവിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ശരിയായ അളവിൽ ശ്വാസം പിടിച്ചു നിർത്തണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഫലം കിട്ടും. യുക്തം യുക്തം എന്ന വാക്കിന്റെ ആവർത്തനം ഈ ശ്ലോകത്തിന്റെ ഹൃദയമാണ്. ഓരോ ഘട്ടത്തിലും ഓരോ ക്രിയയിലും ഔചിത്യബോധം വേണമെന്ന ആവർത്തിച്ചുള്ള ഊന്നൽ. ഇത് 16-ാം ശ്ലോകത്തിൽ പറഞ്ഞ ശരിയായ അഭ്യാസം എന്നതിന്റെ കൂടുതൽ വ്യക്തമായ വിശദീകരണമാണ്. രേചകം, പൂരകം, കുംഭകം എന്നീ 3 ഘട്ടങ്ങളും ഇവിടെ ആദ്യമായി ഒരുമിച്ച് പരാമർശിക്കപ്പെടുന്നു.
ശരിയായ അഭ്യാസത്തിന്റെ ബാഹ്യമായ അടയാളങ്ങൾ എന്തെല്ലാമാണെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. यदा तु नाडी शुद्धिः स्यात् तथा चिह्नानि बाह्यतः कायस्य कृशता कान्तिः तदा जायते निश्चितम्. നാഡികൾ ശുദ്ധമാകുമ്പോൾ ബാഹ്യമായി ചില ലക്ഷണങ്ങൾ നിശ്ചയമായും പ്രത്യക്ഷപ്പെടും. ശരീരത്തിന്റെ കൃശത്വവും മുഖത്തിന്റെ കാന്തിയും. ഈ ശ്ലോകം സാധകന് സ്വയം വിലയിരുത്താനുള്ള ബാഹ്യമായ അളവുകോൽ നൽകുന്നു. ആന്തരികമായ ശുദ്ധീകരണം ഊഹാപോഹങ്ങളല്ല, മറിച്ച് ശരീരത്തിൽ കാണാവുന്ന യഥാർത്ഥ മാറ്റങ്ങളായി പ്രകടമാകും എന്ന ഉറപ്പ് ഇവിടെ നൽകുന്നു. ശരീരത്തിന്റെ കൃശത്വം, അമിതഭാരമില്ലാത്ത ലഘുത്വം എന്നത് ആരോഗ്യത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു, ക്ഷീണത്തിന്റെയല്ല. മുഖകാന്തിയാകട്ടെ ആന്തരികമായ ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ്. നാഡീശുദ്ധിയുടെ കൂടുതൽ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു. यथेष्टं धारणं वायोरनलस्य प्रदीपनं नादाभिव्यक्तिरारोग्यं जायते नाडीशोधनात्. നാഡീശുദ്ധിയിൽ നിന്ന് ഇഷ്ടം പോലെ ശ്വാസത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ്, ദഹനശക്തി കൂടുന്നത്, ഉള്ളിലെ ഒരു നാദശബ്ദം അനുഭവപ്പെടുന്നത്, ആരോഗ്യം, ഇതൊക്കെ കിട്ടും. 19ാം ശ്ലോകത്തിലെ ബാഹ്യ ലക്ഷണങ്ങൾക്ക് ശേഷം ഇവിടെ ആന്തരികമായ നേട്ടങ്ങളാണ് പറയുന്നത്. ശ്വാസത്തെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാനുള്ള കഴിവ്, ജഠരാഗ്നിയുടെ വർധനവ്, ആന്തരികമായ നാദാനുഭവം, പൂർണ്ണ ആരോഗ്യം, ഇവയെല്ലാം നാഡീശുദ്ധിയുടെ സ്വാഭാവിക പരിണിത ഫലങ്ങളാണ്. നാദം എന്ന ആശയം ഇവിടെ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നു. യോഗസാധനയുടെ പുരോഗതിയിൽ അനുഭവപ്പെടുന്ന സൂക്ഷ്മമായ ആന്തരിക ധ്വനിയാണ്. ഇത് 4ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കപ്പെടും. ഇനി ശരീര ശുദ്ധീകരണത്തിലുള്ള മറ്റൊരു മാർഗത്തിലേക്ക്, ഷഡ്കർമ്മങ്ങളിലേക്ക് സ്വാത്മാരാമൻ കടക്കുന്നു. मेदश्लेष्माधिकः पूर्वं षट्कर्माणि समाचरेत् अन्यस्तु नाचरेत्तानि दोषाणां समाभवतः. അമിതമായ കൊഴുപ്പും കഫവുമുള്ളവർ ആദ്യം ഷഡ്കർമ്മങ്ങൾ എന്ന 6 ശുദ്ധീകരണ ക്രിയകൾ അഭ്യസിക്കണം. എന്നാൽ ശരീരത്തിലെ ദോഷങ്ങൾ സമമായവർക്ക് ഇവ ആവശ്യമില്ല. ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തത നൽകുന്നു. ഷഡ്കർമ്മങ്ങൾ എല്ലാ സാധകർക്കും നിർബന്ധമല്ല. ശരീരത്തിൽ അമിതമായ കൊഴുപ്പോ കഫദോഷമോ ഉള്ളവർക്ക് മാത്രമേ ഈ ശുദ്ധീകരണ ക്രിയകൾ ആവശ്യമുള്ളൂ എന്ന വ്യക്തിഗതമായ സമീപനമാണ് സ്വാത്മാരാമൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് യോഗശാസ്ത്രത്തിന്റെ ശാസ്ത്രീയമായ ഏകീകൃതമല്ലാത്ത സ്വഭാവം കാണിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതി അനുസരിച്ചാണ് സാധനാക്രമം നിശ്ചയിക്കേണ്ടത്. ഈ 6 ശുദ്ധീകരണ ക്രിയകൾ ഏതെല്ലാമാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. धौतिर्बस्तिस्तथा नेति स्त्राटकं नौलिकं तथा कपालभातिश्चैतानि षट्कर्माणि प्रचक्षते. ദൗതി, ബസ്തി, നേതി, ത്രാടകം, നൗലി, കപാലഭാതി എന്നിവയാണ് ഷഡ്കർമ്മങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന 6 ശുദ്ധീകരണ ക്രിയകൾ. ഇവിടെ സ്വാത്മാരാമൻ ഈ 6 ക്രിയകളുടെ പേരുകൾ ഒരുമിച്ച് പറയുന്നു. ഓരോ ക്രിയയും ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയോ വ്യവസ്ഥയോ ലക്ഷ്യമാക്കിയുള്ളതാണ്. ദൗതി ദഹന വ്യവസ്ഥയും, ബസ്തി കുടലിനെയും, നേതി മൂക്കിനെയും, ത്രാടകം കണ്ണുകളെയും, നൗലി ഉദരപേശികളെയും, കപാലഭാതി ശ്വാസകോശത്തെയും ബന്ധപ്പെടുന്നു. ഈ 6 ക്രിയകളും അടുത്ത ശ്ലോകത്തിൽ ഒന്നൊന്നായി വിശദമായി വിവരിക്കപ്പെടും. ആദ്യം ഈ ക്രിയയുടെ പൊതുവായ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാത്മാരാമൻ പറയുന്നു. कर्मषट्कमिदं गोप्यं घटशोधनकारकं विचित्रगुणसन्धाय पूज्यते योगी पुङ्गवैः. ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഈ 6 രഹസ്യക്രിയകൾ അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്നതിനാൽ ശ്രേഷ്ഠരായ യോഗികളാൽ പൂജനീയമായി കണക്കാക്കപ്പെടുന്നു. ഗോപ്യം എന്ന വാക്ക് അല്ലെങ്കിൽ രഹസ്യം എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുരാതന കാലത്ത് ഇത്തരം ശാരീരിക ശുദ്ധീകരണ ക്രിയകൾ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് നേരിട്ട് പകർന്നു കൊടുക്കുന്ന പൊതുവായി പ്രചരിപ്പിക്കാത്ത അറിവായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ ക്രിയകൾ ഘടശോധനം എന്ന് വിളിക്കപ്പെടുന്നു. ശരീരം എന്ന പാത്രത്തിന്റെ ശുദ്ധീകരണം. ശരീരത്തെ ഒരു പാത്രമായി കാണുന്ന ഈ രൂപകം ഹഠയോഗ ദർശനത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു സങ്കല്പമാണ്. ഇനി ഓരോ ക്രിയയും വിശദമായി വിവരിക്കപ്പെടുന്നു. ആദ്യം ദൗതി. तत्र धौतिः चतुरङ्गुलविस्तारं हस्तपञ्चदशायतं गुरूपदिष्ठमार्गेण सिक्तं वस्त्रं शनैर्ग्रसेत्
പുനഃ പ്രത്യാഹരിച്ചൈതത് ഉദിതം ധൗതികർമ്മ തത്. ഗുരു ഉപദേശിച്ച മാർഗത്തിലൂടെ 4 വിരൽ വീതിയും 15 മുഴം നീളവുമുള്ള നനഞ്ഞ വസ്ത്രം സാവധാനം വിഴുങ്ങി പിന്നീട് പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇതാണ് ദൗത്യകർമ്മം എന്ന് അറിയപ്പെടുന്നത്. ഈ ക്രിയ കേൾക്കുമ്പോൾ അസാധാരണമായി തോന്നാം. എന്നാൽ ഇത് ദഹന വ്യവസ്ഥയുടെ ആന്തരികമായ ശുദ്ധീകരണത്തിനുള്ള ഒരു നേരിട്ടുള്ള മാർഗമായി ഹഠയോഗ പാരമ്പര്യം കണക്കാക്കുന്നു. ഗുരു പഠിപ്പിച്ച രീതിയിൽ എന്ന് വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക. ഇത്തരം സൂക്ഷ്മവും അപകട സാധ്യതയുള്ളതുമായ ക്രിയകൾ ഗുരുവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലല്ലാതെ ചെയ്യരുത് എന്ന് കർശനമായി നിർദ്ദേശിക്കുന്നു. ദൗത്യകർമ്മത്തിന്റെ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. കാസശ്വാസപ്ലീഹകുഷ്ഠം കഫരോഗാശ്ച വിംശതിഃ ധൗതികർമ്മ പ്രഭാവേണ പ്രയാന്ത്യൈവ ന സംശയഃ. ചുമ, ശ്വാസതടസ്സം, പ്ലീഹാരോഗം, ത്വഗ് രോഗം കൂടാതെ കഫദോഷത്താൽ ഉണ്ടാകുന്ന 20 തരം രോഗങ്ങളും ദൗത്യകർമ്മത്തിന്റെ പ്രഭാവത്താൽ നിസ്സംശയമായി നീങ്ങിപ്പോകുന്നു. ദൗത്യകർമ്മത്തിന്റെ ചികിത്സാപരമായ വ്യാപ്തി ഇവിടെ വ്യക്തമാകുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മുതൽ ത്വഗ് രോഗങ്ങൾ വരെ കഫദോഷത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വിവിധ അസുഖങ്ങളും ഇതിലൂടെ ശമിക്കുന്നുവെന്ന് സ്വാത്മാരാമൻ ഉറപ്പിച്ചു പറയുന്നു. ആയുർവേദവുമായി ഇവിടെ നല്ല ബന്ധം കാണാം. കഫദോഷത്തിന്റെ സന്തുലനം തെറ്റലാണ് പല രോഗങ്ങളുടെയും കാരണം എന്ന ധാരണ ഹഠയോഗ പ്രദീപികയിലും കാണാം. ദൗത്യകർമ്മത്തിന്റെ ഒരു പ്രത്യേക രൂപമായ ഗജകരണിയെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയും. അഥ ഗജകരണി ഉദരഗതപദാർത്ഥമുദ്വമന്തി പവനമപാനമുദീര്യ കണ്ഠനാലേ ക്രമപരിചയ വശ്യനാഡിചക്ര ഗജകരണീതി നിഗദ്യത്തെ അഠജ്ഞൈഃ. സ്ഥിരമായ പരിശീലനത്തിലൂടെ വയറ്റിലെ പേശികളെ നിയന്ത്രിക്കാൻ പഠിച്ച യോഗികൾ അപാനവായുവിനെ തൊണ്ട വരെ ഉയർത്തി വയറ്റിലുള്ള ഭക്ഷണം ഛർദ്ദിക്കുന്നു. ഹഠയോഗികൾ ഈ ക്രിയയെ ഗജകരണി എന്ന് വിളിക്കുന്നു. ഈ ക്രിയ ശരീരത്തിന്റെ സ്വാഭാവിക ദിശയ്ക്ക് നേരെ എതിരായി അപാനവായുവിനെ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബോധപൂർവമായ പ്രക്രിയയാണ്. ശരീരത്തിലെ ഊർജ പ്രവാഹങ്ങളെ ബോധപൂർവം വിപരീത ദിശയിലേക്ക് നയിക്കുവാനുള്ള കഴിവ് ഹഠയോഗ സാധനയുടെ ഉയർന്ന നിലവാരത്തിലുള്ള നിയന്ത്രണശേഷിയെ സൂചിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ കർമ്മമായ ബസ്തിയിലേക്ക് കടക്കുന്നു. അഥ ബസ്തിഃ നാഭിദഗ്നജലേ പായൗ ന്യസ്തനാലോത്കടാസനഃ ആധാരാകുഞ്ചനം കുര്യാത് ക്ഷാലനം ബസ്തികർമ്മ തത്. നാഭി വരെ എത്തുന്ന ജലത്തിൽ ഉത്കടാസനത്തിൽ ഇരുന്ന് മലദ്വാരത്തിലൂടെ ഒരു കുഴൽ കടത്തി ആ ഭാഗത്തെ പേശികൾ സങ്കോച വികാസം ചെയ്യിച്ച് ഉള്ളിലേക്ക് ജലം കടത്തി ശുദ്ധീകരിക്കുന്നതാണ് ബസ്തികർമ്മം. ഈ ക്രിയ ആധുനിക കാലത്തെ എനിമ പ്രക്രിയയോട് സാമ്യമുള്ളതാണ്. എന്നാൽ ഇവിടെ ഗുരുത്വാകർഷണത്തിന് പകരം ശരീരത്തിന്റെ സ്വാഭാവിക പേശി സങ്കോചത്തിലൂടെയാണ് ജലം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. ഇത് ഹഠയോഗികളുടെ ശരീര നിയന്ത്രണത്തിന്റെ അസാധാരണമായ നിലവാരം കാണിക്കുന്നു. ഈ ക്രിയയുടെ ചികിത്സാ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ഗുൽമ പ്ലീഹോദരം ചാപി വാതപിത്ത കഫോദ്ഭവഃ ബസ്തികർമ്മ പ്രഭാവേണ ക്ഷീയന്തെ സകലാമയാഃ. ഗ്രന്ഥി രോഗങ്ങൾ, പ്ലീഹാരോഗം, ജലോദരം എന്നിവയും വാതപിത്ത കഫദോഷങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന സകല രോഗങ്ങളും ബസ്തികർമ്മത്തിന്റെ പ്രഭാവത്താൽ ക്ഷയിക്കുന്നു. ദൗത്യകർമ്മത്തെ പോലെ ബസ്തികർമ്മവും ത്രിദോഷ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാദം, പിത്തം, കഫം എന്നീ 3 ശാരീരിക ഊർജ തത്വങ്ങളുടെ അസന്തുലിതാവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന വിവിധ രോഗങ്ങളെ ഈ ക്രിയ ശമിപ്പിക്കുന്നു എന്ന് സ്വാത്മാരാമൻ വിശദീകരിക്കുന്നു. ബസ്തികർമ്മത്തിന്റെ ജലബസ്തി എന്ന വകഭേദത്തെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ധാന്ത്വദ്രിയാന്തരകരണ പ്രസാദം ദധാച്ച കാന്തിം ദഹന പ്രദീപ്തം അശേഷ ദോഷോപചയം നിഹന്യാത് അഭ്യസ്യമാനം ജലബസ്തികർമ്മ. ജലബസ്തി കർമ്മം ചെയ്യുന്നത് ധാതുക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ശാന്തി തരും, മുഖത്തിന് തിളക്കം തരും, ദഹനശക്തി കൂട്ടും, ശരീരത്തിൽ കൂടിക്കിടക്കുന്ന എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കും. ഇവിടെ സ്വാത്മാരാമൻ ബസ്തിയുടെ ജലബസ്തി എന്ന വകഭേദത്തെ പ്രത്യേകം എടുത്തു പറയുന്നു. ഇതിന്റെ ഫലങ്ങൾ കേവലം ശാരീരികമല്ല. ധാതുക്കൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം എന്നിങ്ങനെ ശരീരത്തിന്റെയും മനസ്സിന്റെയും വിവിധ തലങ്ങളിലേക്ക് ഈ ക്രിയയുടെ പ്രഭാവം വ്യാപിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ശാരീരിക ശുദ്ധീകരണം മാനസികമായ പ്രസന്നതയിലേക്ക് നയിക്കുന്നു എന്ന ധാരണ ഹഠയോഗ പ്രദീപികയുടെ സമഗ്രമായ ആരോഗ്യ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു.
മൂന്നാമത്തെ ഷഡ്കർമ്മമായ നേതിയിലേക്ക് ഇനി കടക്കാം. अथ नीतिः सूत्रं वितस्ति सुस्निग्धं नासानाले प्रवेशयेत् मुखान् निर्गमयेच्चैषा नीतिः सिद्धैर्निगद्यते. നന്നായി മിനുസപ്പെടുത്തിയ ഏകദേശം 9 ഇഞ്ച് നീളമുള്ള ഒരു നൂൽ മൂക്കിലൂടെ കടത്തി വായുവിലൂടെ പുറത്തെടുക്കുന്ന ക്രിയയാണ് സിദ്ധന്മാർ നേതി എന്ന് വിളിക്കുന്നത്. ഈ ക്രിയ മൂക്കിലൂടെയുള്ള ശ്വസനപഥത്തെ നേരിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു സൂക്ഷ്മമായ ക്രിയയാണ്. ആധുനിക കാലത്ത് നൂലിന് പകരം റബ്ബർ ട്യൂബ് ഉപയോഗിക്കാറുണ്ടെങ്കിലും മൂലതത്വം ഒന്നു തന്നെയാണ്. ശ്വാസോച്ഛ്വാസത്തിന്റെ ആദ്യ കവാടമായ മൂക്കിന്റെ പൂർണ്ണമായ ശുദ്ധീകരണം. ജലം ഉപയോഗിച്ചുള്ള ജലനേതി എന്ന വകഭേദത്തെക്കുറിച്ച് സ്വാത്മാരാമൻ ഇവിടെ പരാമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. സൂത്രനേതി മാത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. നേതിയുടെ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. कपालशोधिनी चैव दिव्यदृष्टिप्रदायिनी जत्रूर्ध्वजातरोगौघं नेतिराशु निहन्ति च. നേതി ശിരസിന്റെ വായുനാളികളെ ശുദ്ധീകരിക്കുന്നു, ദിവ്യദൃഷ്ടി പ്രദാനം ചെയ്യുന്നു. ചുമലിനു മുകളിലുള്ള ഭാഗത്ത് ഉടലെടുക്കുന്ന അസംഖ്യം രോഗങ്ങളെ വേഗത്തിൽ നശിപ്പിക്കുന്നു. ദിവ്യദൃഷ്ടി എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. കേവലം ശാരീരികമായ കാഴ്ചശക്തിയുടെ വർധനവിനെ മാത്രമല്ല, മറിച്ച് സൂക്ഷ്മമായ ഒരു ഉൾക്കാഴ്ചയെ കൂടി ഇത് സൂചിപ്പിക്കാം. തലയിലെ ശുദ്ധീകരണം ഇന്ദ്രിയങ്ങൾക്ക് കൂടുതൽ തെളിച്ചം കൊടുക്കുമെന്ന ധാരണ ഇവിടെ കാണാം. ശരീരപരമായ ശുദ്ധീകരണ ക്രിയകൾക്ക് ആത്മീയമായ ഫലങ്ങളും ഉണ്ട് എന്ന ഘടയോഗ ചിന്തയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. നാലാമത്തെ ഷഡ്കർമ്മമായ ത്രാടകത്തിലേക്ക് ഇനി കടക്കാം. अथ त्राटकं निरीक्षेन्निश्चलदृशा सूक्ष्मलक्ष्यं समाहितः अश्रुसम्पातपर्यन्तम् आचार्यैस्त्राटकं स्मृतम्. ഏകാഗ്രമായ മനസ്സോടെ ചലിക്കാത്ത ദൃഷ്ടിയോടെ ഒരു സൂക്ഷ്മമായ ലക്ഷ്യത്തിലേക്ക് കണ്ണീർ വരുന്നത് വരെ നോക്കി നിൽക്കുന്നതിനെ ആചാര്യന്മാർ ത്രാടകം എന്ന് വിളിക്കുന്നു. ഇവിടെ ത്രാടകം വെറും ഒരു ശരീര ശുദ്ധീകരണ ക്രിയ മാത്രമല്ല, മറിച്ച് മനസ്സിന്റെ സ്ഥിരതയുടെയും ഏകാഗ്രതയുടെയും ഒരു അഭ്യാസം കൂടിയാണ്. സമാഹിത എന്ന വാക്ക് ഇതൊരു ധ്യാനം പോലെയുള്ള ക്രിയയാണ് എന്ന് കാണിക്കുന്നു. കണ്ണിനെ ബാഹ്യമായി ശുദ്ധീകരിക്കുന്നതോടൊപ്പം മനസ്സിനെ ചാഞ്ചല്യമില്ലാതെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവും ഈ അഭ്യാസം വളർത്തുന്നു. ത്രാടകത്തിന്റെ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. मोचनं नेत्ररोगाणां तन्दाद्रीणां कपाटकं यत्नतस्त्राटकं गोप्यं यथा हाटकपेटकम्. നേത്രരോഗങ്ങളിൽ നിന്ന് മോചനം നൽകുകയും അലസതയെ തടയുകയും ചെയ്യുന്ന ത്രാടകത്തെ ഒരു സ്വർണ്ണപ്പെട്ടി സൂക്ഷിക്കുന്നത് പോലെ ശ്രദ്ധയോടെ സൂക്ഷിക്കുകയും വിലമതിക്കുകയും ചെയ്യണം. ഇവിടെ ത്രാടകത്തിന്റെ മൂല്യം ഒരു അമൂല്യമായ നിധിയോട് ഉപമിക്കുന്നു. ഈ ക്രിയ കണ്ണിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല, മറിച്ച് മടിയും ഉദാസീനതയും അകറ്റാനും സഹായിക്കുന്നുവെന്ന് സ്വാത്മാരാമൻ പറയുന്നു. 23-ാം ശ്ലോകത്തിലെ രഹസ്യം എന്ന വാക്ക് ഇവിടെയും ആവർത്തിക്കുന്നു. ഈ അറിവ് ലാഘവത്തോടെയല്ല, ബഹുമാനത്തോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യണം. അഞ്ചാമത്തെ ഷഡ്കർമ്മമായ നൗലിയിലേക്ക് ഇനി കടക്കാം. अथ नौलिः अमन्दावर्तवेगेन तुन्दं सव्यापसव्यतः नतांसो भ्रामयेदेषा नौलिः सिद्धैः प्रशस्यते. ചുമലുകൾ മുന്നോട്ട് ഗുണിച്ച് വേഗതയേറിയ ചുഴലിയുടെ ഗതിയിൽ ഉദരത്തെ വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കുന്ന ഈ ക്രിയയെ സിദ്ധന്മാർ നൗലി എന്ന് പ്രശംസിക്കുന്നു. വാസ്തവത്തിൽ ഉദരം കറങ്ങുന്നതല്ല, ഉദരപേശികൾ അതിവേഗം വലത്തുനിന്ന് ഇടത്തോട്ടും തിരിച്ചും മാറുന്നതാണ്. ഇത് കാഴ്ചക്കാരന് ഉദരം കറങ്ങുന്നതായി തോന്നിക്കുന്നു. ഇത് ഉദരപേശികളുടെ അസാധാരണമായ നിയന്ത്രണശേഷി ആവശ്യപ്പെടുന്ന ഒരു അഭ്യാസമാണ്. ഈ ക്രിയ ചിലപ്പോൾ ലൗലികി എന്നും അറിയപ്പെടുന്നു. ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളെ നേരിട്ട് ചലിപ്പിക്കാനുള്ള ഈ കഴിവ് ഹഠയോഗികളുടെ ശരീര നിയന്ത്രണത്തിന്റെ ഉന്നതമായ നിലവാരം കാണിക്കുന്നു. നൗലിയുടെ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. मन्दाग्निसन्दीपनपाचनादि सन्धापिकानन्दकरी सदैव अशेषदोषमयशोषणी च हठक्रिया मौलिरियं च नौलिः. ഹഠക്രിയകളുടെ കിരീടമായ നൗലി മന്ദമായ ദഹനാഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുന്നു, ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു, എപ്പോഴും ഒരു സുഖം തരും, കൂടാതെ സകല ദോഷങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കും. ഹഠക്രിയകളുടെ കിരീടമെന്ന് നൗലിയെ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. ഷഡ്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ഈ ക്രിയയ്ക്ക് നൽകുന്നു.
ദഹനശക്തിയുടെ വർധനവ്, സകല ദോഷങ്ങളുടെയും ശമനം, മാനസികമായ പ്രസന്നത എന്നിവയെല്ലാം ഈ ഒരൊറ്റ ക്രിയയിലൂടെ കൈവരുന്നു എന്ന് സ്വാത്മാരാമൻ ഉറപ്പിച്ചു പറയുന്നു. ആറാമത്തെയും അവസാനത്തെയും ഷഡ്കർമ്മമായ കപാലഭാതിയിലേക്ക് ഇനി കടക്കാം. अथ कपालभातिः भस्त्रावल्लोहकारस्य रेचपूरौ ससम्भ्रमौ कपालभातिर्विख्याता कफदोषविशोषणी. കൊല്ലന്റെ ഉലയുടെ ചലനം പോലെ വേഗത്തിൽ ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുന്നതിനെ കപാലഭാതി എന്ന് വിളിക്കുന്നു. കഫദോഷം കുറയ്ക്കാൻ ഇത് വളരെ പ്രസിദ്ധമാണ്. കൊല്ലന്റെ ഉലയുടെ ഉപമ ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. വേഗതയാർന്നതും താളാത്മകവുമായ ശ്വാസോച്ഛ്വാസ ചലനത്തിന്റെ ദൃശ്യബിംബമായി. ഈ ക്രിയ പിന്നീട് 62 ശ്ലോകത്തിൽ വിവരിക്കുന്ന ഭസ്ത്രികാ കുംഭകത്തിന്റെ അതേ ഉപമ പങ്കിടുന്നു എന്നത് ശ്രദ്ധേയമാണ്. കപാലം എന്നാൽ ശിരസ്, ഭാതി എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. ശിരസിനെ പ്രകാശമാനമാക്കുന്ന ക്രിയ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ഷഡ്കർമ്മങ്ങൾ പൂർത്തിയായതോടെ ഇവിടെ മൊത്തത്തിലുള്ള പ്രാധാന്യത്തിലേക്ക് സ്വാത്മാരാമൻ മടങ്ങുന്നു. षट्कर्म निर्गत स्थौल्य कफदोषमलादिकः प्राणायामं ततः कुर्यात् अनायासेन सिद्ध्यति. ഷഡ്കർമ്മങ്ങളിലൂടെ അമിതഭാരവും കഫദോഷവും മറ്റു മാലിന്യങ്ങളും നീക്കിയ ശേഷം സാധകൻ പ്രാണായാമം അഭ്യസിക്കണം. അപ്പോൾ പ്രയാസമില്ലാതെ സിദ്ധി കൈവരും. ഈ ശ്ലോകം ഷഡ്കർമ്മങ്ങളെയും പ്രാണായാമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ശരീരശുദ്ധീകരണം ആദ്യം, പ്രാണനിയന്ത്രണം പിന്നീട് എന്ന ക്രമം സ്ഥിരീകരിക്കുന്നു. ഇത് അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ അതേ തത്വത്തിന്റെ പുനരാവിഷ്കാരമാണ്. ശുദ്ധീകരണമില്ലാതെ നിയന്ത്രണം സാധ്യമല്ല. പ്രയാസമില്ലാതെ സിദ്ധി കൈവരും എന്ന വാഗ്ദാനം ശരിയായ ക്രമത്തിൽ അഭ്യാസം ചെയ്യുന്നതിന്റെ പ്രതിഫലമായി അവതരിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ചില ആചാര്യന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. प्राणायामैरेव सर्वे प्रशुष्यन्ति मला इति आचार्याणां तु केषाञ्चिद् अन्यत् कर्म न सम्मतम्. പ്രാണായാമം കൊണ്ട് മാത്രം സകല മാലിന്യങ്ങളും പോകും എന്നാണ് ചില ആചാര്യന്മാരുടെ അഭിപ്രായം. അവർ മറ്റൊരു ക്രിയയും അംഗീകരിക്കുന്നില്ല. ഇവിടെ സ്വാത്മാരാമൻ യോഗ പാരമ്പര്യത്തിനുള്ളിലെ ഒരു ബഹുസ്വരതയെ സത്യസന്ധമായി അവതരിപ്പിക്കുന്നു. ഷഡ്കർമ്മങ്ങൾ കൂടാതെ പ്രാണായാമം മാത്രം മതിയെന്ന് കരുതുന്ന ആചാര്യന്മാരുമുണ്ട് എന്ന വസ്തുത ഹഠയോഗ ഗ്രന്ഥങ്ങൾ ഏകശിലാരൂപത്തിലുള്ള ഒരു പ്രമാണമല്ല, മറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ജീവസുറ്റ പാരമ്പര്യമാണ് എന്ന് കാണിക്കുന്നു. ഇത് 21 ശ്ലോകത്തിലെ ഓരോരുത്തർക്കും അനുസരിച്ചുള്ള സമീപനത്തിന്റെ തുടർച്ചയായി കാണാം. ഓരോ ശരീരപ്രകൃതിക്കും ഓരോ വഴി അനുയോജ്യമായേക്കാം. എന്നിരുന്നാലും പ്രാണായാമത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഊന്നി പറയുന്നു. ब्रह्मादयोऽपि त्रिदशः पवनाभ्यासतत्पराः अभूवन् अन्तकभ्यात् तस्मात् पवनमभ्यसेत्. ബ്രഹ്മാവും മറ്റു ദേവന്മാരും പോലും മൃത്യുഭയത്താൽ പ്രാണായാമ അഭ്യാസത്തിൽ വ്യാപൃതരായിരുന്നു. അതിനാൽ പ്രാണായാമം അഭ്യസിക്കണം. ഇവിടെ സ്വാത്മാരാമൻ ഒരു ശക്തമായ പുരാണ ഉദാഹരണത്തിലൂടെ പ്രാണായാമത്തിന്റെ സാർവത്രിക പ്രാധാന്യം ഊന്നി പറയുന്നു. ദേവന്മാർ പോലും മരണത്തിൽ നിന്ന് മുക്തി തേടി പ്രാണായാമം അഭ്യസിച്ചെങ്കിൽ മർത്യരായ മനുഷ്യർക്ക് അത് എത്ര അനിവാര്യമായിരിക്കണമെന്ന വാദഗതി ഇവിടെ അന്തർലീനമായിരിക്കുന്നു. 3-ാം ശ്ലോകത്തിൽ പറഞ്ഞ ശ്വാസത്തിനും ജീവനും തമ്മിലുള്ള ബന്ധം ഇവിടെ വീണ്ടും കാണാം. മരണഭയത്തെ അതിജീവിക്കാനുള്ള മാർഗമായി പ്രാണനിയന്ത്രണത്തെ അവതരിപ്പിക്കുന്നു. ഈ ഭയത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ കൈവരും എന്ന് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. यावत् बद्धो मरुद्देशे यावत् चित्तं निराकुलं यावत् दृष्टिर्भ्रुवोर्मध्ये तावत् कालभयं कुतः. ശ്വാസത്തെ ശരീരത്തിനുള്ളിൽ ധരിച്ചു നിർത്തുന്നിടത്തോളം, മനസ്സ് അസ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നിടത്തോളം, ദൃഷ്ടി പുരികങ്ങൾക്കിടയിൽ ഉറപ്പിച്ചിരിക്കുന്നിടത്തോളം മരണഭയം എവിടെ നിന്നുണ്ടാകും? ഇവിടെ 3 ഘടകങ്ങൾ ഒരുമിച്ച് അവതരിപ്പിക്കപ്പെടുന്നു. ശ്വാസധാരണം, മാനസിക സ്ഥൈര്യം, ഭ്രൂമധ്യ ദൃഷ്ടി. ഇവ 3ഉം ഒരുമിച്ച് വരുമ്പോൾ മരണഭയം എന്ന അടിസ്ഥാനപരമായ മനുഷ്യ ഉത്കണ്ഠ ഇല്ലാതാകും എന്ന വലിയ ഉറപ്പ് സ്വാത്മാരാമൻ തരുന്നു. ഭ്രൂമധ്യ ദൃഷ്ടി, പുരികങ്ങൾക്കിടയിലുള്ള കേന്ദ്രീകരണം ഇവിടെ ആദ്യമായി പരാമർശിക്കപ്പെടുന്നു. ഇത് പിന്നീട് പല ധ്യാന രീതികളിലും ഒരു പ്രധാന ഘടകമായി തുടരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്.
ഇനി ഈ അഭ്യാസങ്ങളുടെ അന്തിമ ലക്ഷ്യമായ സുഷുമ്ന പ്രവേശനത്തിലേക്ക് സ്വാത്മാരാമൻ കടക്കുന്നു. വിധിവത് പ്രാണസംയാമൈർ നാഡീചക്രേ വിശോധിതേ സുഷുമ്നാ വദനം ഭിത്വാ സുഖാദ് വിശതി മാരുതഃ. യഥാവിധി പ്രാണനിയന്ത്രണത്തിലൂടെ നാഡീസമൂഹം ശുദ്ധമാകുമ്പോൾ പ്രാണശക്തി സുഷുമ്നാ നാഡിയുടെ കവാടം ഭേദിച്ച് സുഖമായി അതിലേക്ക് പ്രവേശിക്കുന്നു. ഈ ശ്ലോകം ഈ അധ്യായത്തിന്റെ ആദ്യ 10 ശ്ലോകങ്ങളിൽ വിവരിച്ച നാഡീശുദ്ധി പ്രാണായാമത്തിന്റെ ആത്യന്തിക ഫലം എന്താണെന്ന് വ്യക്തമാക്കുന്നു. സുഷുമ്നാ പ്രവേശം. ഇത് ഹഠയോഗ സാധനയുടെ ഒരു നിർണായക വഴിത്തിരിവാണ്. സാധാരണ ജീവിതത്തിൽ ഇടാപിംഗ്ള നാഡികളിലൂടെ ഒഴുകുന്ന പ്രാണശക്തി ഇനി കേന്ദ്രചാലായ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നു. സുഖമായി എന്ന വാക്ക് ഇത് ബലം പ്രയോഗിച്ചതിന്റെ ഫലമല്ല, ശരിയായ ശുദ്ധീകരണത്തിന്റെ സ്വാഭാവിക ഫലമാണ് എന്ന് കാണിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്, മനോന്മനി. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അഥ മനോന്മനി മാരുതേ മധ്യസഞ്ചാരേ മനഃ സ്ഥൈര്യം പ്രജായത്തെ യോ മനഃ സുസ്ഥിരീഭാവഃ സൈവാവസ്ഥാ മനോന്മനി. പ്രാണശക്തി മധ്യമാർഗമായ സുഷുമ്നയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് സ്ഥിരത കിട്ടും. ഈ മനസ്ഥൈര്യത്തിന്റെ അവസ്ഥ തന്നെയാണ് മനോന്മനി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഉന്മനീഭാവം എന്ന് 4-ാം ശ്ലോകത്തിൽ ചോദ്യരൂപത്തിൽ അവതരിപ്പിച്ച ആശയത്തിനൊരു വ്യക്തമായ ഉത്തരം ലഭിക്കുന്നു. മനസ്സ് അതിന്റെ സാധാരണ ചാഞ്ചല്യാവസ്ഥയെ അതിലംഘിച്ച് പൂർണ്ണ സ്ഥിരതയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് മനോന്മനി. ഇത് കേവലം ഒരു മാനസികാവസ്ഥയല്ല, മറിച്ച് പ്രാണശക്തിയുടെ ഒരു നിശ്ചിത സഞ്ചാരപഥത്തിന്റെ നേരിട്ടുള്ള ഫലമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ശരീരവും മനസ്സും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ഒരു ഉദാഹരണം. ഈ അവസ്ഥയിലേക്ക് എത്താൻ വിവിധ കുംഭകങ്ങൾ എങ്ങനെ സഹായിക്കുന്നുവെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. തത്സിദ്ധയേ വിധാനജ്ഞാശ്ച ചിത്രാൻ കുർവന്തി കുംഭകാൻ വിചിത്രകുംഭകാഭ്യാസാദ് വിചിത്രാൻ സിദ്ധിമാപ്നുയാത്. മനോന്മനിയുടെ സിദ്ധിക്കായി ഇതറിയാവുന്നവർ വൈവിധ്യമാർന്ന കുംഭകങ്ങൾ അഭ്യസിക്കുന്നു. പലതരം കുംഭകാഭ്യാസത്തിലൂടെ പലതരം സിദ്ധികൾ കൈവരുന്നു. ഈ ശ്ലോകം ഇനി വരാൻ പോകുന്ന 8 കുംഭകങ്ങളുടെ വിശദമായ വിശദീകരണത്തിലേക്കുള്ള ഒരു കവാടമാണ്. മനോന്മനി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരൊറ്റ മാർഗമല്ല, മറിച്ച് വ്യത്യസ്ത സ്വഭാവക്കാർക്കും ആവശ്യക്കാർക്കും ചേരുന്ന പല കുംഭക രീതികളും ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു. ഇത് ഹഠയോഗ പ്രദീപികയുടെ സമ്പന്നമായ പ്രായോഗിക വൈവിധ്യത്തിലേക്കുള്ള ഒരു ആമുഖമാണ്. ഈ 8 കുംഭകങ്ങൾ ഏതെല്ലാമാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പരിചയപ്പെടുന്നു. അഥ കുംഭകഭേദാഃ സൂര്യഭേദനമുജ്ജായി ശീത്കാരി ശീതലി തഥാ ഭസ്ത്രികാ ഭ്രാമരി മൂർച്ഛ പ്ലാവിനീത്യഷ്ടകുംഭകാഃ. സൂര്യഭേദനം, ഉജ്ജായി, ശീത്കാരി, ശീതളി, ഭസ്ത്രിക, ഭ്രാമരി, മൂർച്ഛ, പ്ലാവിനി എന്നിവയാണ് 8 കുംഭകങ്ങൾ. ഇവിടെ സ്വാത്മാരാമൻ ഹഠയോഗ പ്രദീപികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടിക അവതരിപ്പിക്കുന്നു. 8 വ്യത്യസ്ത കുംഭക രീതികൾ. ഓരോന്നിനും അതിൻ്റെതായ സാങ്കേതിക വിദ്യയും ഫലങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. ചൂടിനെ ഉളവാക്കുന്നവയും തണുപ്പിനെ ഉളവാക്കുന്നവയും ശാരീരികമായ ചികിത്സാ ഫലങ്ങൾ ലക്ഷ്യമാക്കുന്നവയും ആത്മീയമായ അനുഭവങ്ങൾ ലക്ഷ്യമാക്കുന്നവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇനി ഓരോ കുംഭകവും ഓരോന്നായി വിശദമായി വിവരിക്കപ്പെടും. എന്നാൽ ആദ്യം ഈ കുംഭകങ്ങൾക്കൊപ്പം ചെയ്യേണ്ട 2 അടിസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് സ്വാത്മാരാമൻ പറയുന്നു. പൂരകാൻ തേ തു കർത്തവ്യോ ബന്ധോ ജാലന്ധരാഭിധഃ കുംഭകാൻ തേ രേചകാദോ കർത്തവ്യസ്റ്റുഡ്ഡിയാനകഃ. പൂരകത്തിന്റെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതിന്റെ അവസാനം ജാലന്ധര ബന്ധം എന്ന ചിമ്പുക ബന്ധം ചെയ്യണം. കുംഭകത്തിന്റെ അവസാനം രേചകം ആരംഭിക്കുന്നതോടെ ഉഡ്ഡ്യാന ബന്ധം ചെയ്യണം. ഇവിടെ 2 പ്രധാന ബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ജാലന്ധര ബന്ധം, തൊണ്ടയുടെ ബന്ധം പൂരകത്തിന്റെ അവസാനത്തിലും, ഉഡ്ഡ്യാന ബന്ധം, ഉദരത്തിന്റെ പിന്നിലേക്കുള്ള വലിക്കൽ കുംഭകത്തിന്റെ അവസാനത്തിൽ. ഈ ബന്ധങ്ങൾ പ്രാണശക്തിയെ ശരീരത്തിനുള്ളിൽ നിയന്ത്രിക്കാനും ശ്വാസകോശത്തിന്റെ പൂർണ്ണമായ ശുദ്ധീകരണം ഉറപ്പിക്കാനും സഹായിക്കുന്നു. കുംഭകങ്ങൾ ഒറ്റപ്പെട്ട ശ്വാസക്രിയകളല്ല, മറിച്ച് ബന്ധങ്ങളുമായി ചേർന്ന ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയാണ് എന്ന് ഈ ശ്ലോകം കാണിക്കുന്നു. ഈ ബന്ധങ്ങളുടെ പ്രഭാവം അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുന്നു. അധസ്താത് കുഞ്ചനേനാശു കണ്ഠസങ്കോചനേ കൃതേ മധ്യേ പശ്ചിമതാനേന സ്യാത് പ്രാണോ ബ്രഹ്മനാഡിഗഃ.
താഴെ മൂലാധാരം സങ്കോചിപ്പിച്ചും തൊണ്ട സങ്കോചിപ്പിച്ചും മധ്യഭാഗം അല്ലെങ്കിൽ ഉദരം പിന്നിലേക്ക് വലിച്ചും ചെയ്യുമ്പോൾ പ്രാണൻ വേഗത്തിൽ ബ്രഹ്മനാഡിയിലൂടെ അല്ലെങ്കിൽ സുഷുമ്നയിലൂടെ സഞ്ചരിക്കുന്നു. ഇവിടെ മൂലബന്ധം, ജാലന്തര ബന്ധം, ഉദ്യാന ബന്ധം എന്നീ 3 ബന്ധങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം വിവരിക്കുന്നു. ശരീരത്തിന് ഈ 3 വ്യത്യസ്ത കേന്ദ്രങ്ങളിലുള്ള ഈ ഒരേ സമയത്തെ സങ്കോചം പ്രാണശക്തിയെ അതിന്റെ സാധാരണ വഴിയിൽ നിന്ന് മാറ്റി കേന്ദ്ര വഴിയായ ബ്രഹ്മനാഡിയിലേക്ക് നിർബന്ധമായി കൊണ്ടുപോകുന്നു. ഇത് ഹഠയോഗ സാധനയിലെ ഒരു നിർണായകമായ സാങ്കേതിക വിദ്യയാണ്. ബോധപൂർവമായ ശാരീരിക ബന്ധങ്ങളിലൂടെ സൂക്ഷ്മമായ ഊർജത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന പ്രക്രിയ. ഈ പ്രക്രിയയുടെ അസാധാരണ ഫലം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ആപാനം ഊർധ്വമുത്ഥാപ്യ പ്രാണം കണ്ഠാദധോനയേത് യോഗി ജരാ വിമുക്തഃ സൻ ഷോഡശാബ്ദവയാ ഭവേത്. അപാനത്തെ മുകളിലേക്ക് ഉയർത്തിയും പ്രാണനെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് നയിച്ചും യോഗി വാർദ്ധക്യത്തിൽ നിന്ന് മുക്തനായി 16 വയസ്സുള്ള ബാലനെ പോലെ ആയിത്തീരുന്നു. ഇവിടെ അപാനനും പ്രാണനും എതിർദിശയിൽ പോകുന്ന ഒരു അനുഭവം പറയുന്നു. സാധാരണ താഴേക്ക് പോകുന്ന അപാനൻ മുകളിലേക്കും തൊണ്ടയിൽ നിന്നുള്ള പ്രാണൻ താഴേക്കും പോകുന്നു. ജാലന്തര ബന്ധം കാരണം ശ്വാസോച്ഛ്വാസം തടയപ്പെടുമ്പോൾ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് പോലെ തോന്നുന്ന ഒരു അനുഭവമാണിത്. 16 വയസ്സുള്ള യവനം എന്ന പ്രതീകാത്മക പ്രയോഗം യവനം തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശക്തിയെ കാവ്യാത്മകമായി കാണിക്കുന്നു. ഇനി ആദ്യത്തെ കുംഭകമായ സൂര്യഭേദനത്തിലേക്ക് സ്വാത്മാരാമൻ കടക്കുന്നു. അഥ സൂര്യഭേദനം. ആസനേ സുഖദേ യോഗി ബദ്ധ്വാ ചാസനം തതഃ ദക്ഷനാഡ്യാ സമാകൃഷ്യ ബഹിസ്ഥം പവനം ശനൈഃ ആകേശാദാനഖാഗ്രാശ്ച നിരോധാവധി കുംഭയേത് തതഃ ശനൈഃ സവ്യനാഡ്യാ രേചയേത് പവനം ശനൈഃ. സുഖകരമായ ആസനത്തിൽ ഉറച്ചിരുന്ന് വലതുമൂക്കിലൂടെ ബാഹ്യവായുവിനെ സാവധാനം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് തലമുടി മുതൽ നഖാഗ്രം വരെ അതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നത് വരെ ധരിച്ചു നിർത്തണം. പിന്നീട് ഇടതുമൂക്കിലൂടെ സാവധാനം പുറത്തുവിടണം. ഇതാണ് സൂര്യഭേദനം. വലതു നാസാരന്ധ്രത്തിലൂടെ മാത്രം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന ഉഷ്ണശക്തി ഉണർത്തുന്ന ഒരു കുംഭകം. തലമുടി മുതൽ നഖം വരെ എന്ന പ്രയോഗം ധാരണത്തിന്റെ പരമാവധി തീവ്രതയെ കാവ്യാത്മകമായി സൂചിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. അതായത് പരമാവധി ശേഷി വരെ ശ്വാസം പിടിച്ചു നിർത്തുക എന്നർത്ഥം. സൂര്യഭേദനത്തിന്റെ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കപാലശോധനം വാതദോഷഘ്നം കൃമിദോഷഹൃത് പുനഃ പുനരിദം കാര്യം സൂര്യഭേദനമുത്തമം. തലയെ ശുദ്ധമാക്കുന്ന, വാതദോഷത്തെ ഇല്ലാതാക്കുന്ന, കൃമിദോഷത്തെ അകറ്റുന്ന ഈ ഉത്തമമായ സൂര്യഭേദന കുംഭകം വീണ്ടും വീണ്ടും അഭ്യസിക്കേണ്ടതാണ്. സൂര്യഭേദനത്തിന്റെ ഉഷ്ണശക്തി വാതദോഷത്തെ ശമിപ്പിക്കാൻ പ്രത്യേകം അനുയോജ്യമാണ് എന്നിവിടെ വ്യക്തമാക്കുന്നു. ആയുർവേദ ദർശനവുമായി ചേർന്നു പോകുന്ന ഒരു ചികിത്സാ യുക്തിയാണിത്. ശിരസിലെ ശുദ്ധീകരണവും കൃമിദോഷ ശമനവും കൂടി ഇതിന്റെ ഗുണങ്ങളായി പറയുന്നു. പുനഃ എന്ന ആവർത്തനം ഇത് ഒറ്റ തവണ ചെയ്യേണ്ട ക്രിയയല്ല, മറിച്ച് നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രം ഫലം ചെയ്യുന്ന ഒന്നാണ് എന്ന് ഊന്നി പറയുന്നു. രണ്ടാമത്തെ കുംഭകമായ ഉജ്ജായിയിലേക്ക് ഇനി കടക്കാം. അഥ ഉജ്ജായി. മുഖം സംയമ്യ നാഡീഭ്യാമാകൃഷ്യ പവനം ശനൈഃ യഥാ ലഗതി കണ്ഠാത്തു ഹൃദയാവധി സസ്വനം. വായ അടച്ചു പിടിച്ച് 2 മൂക്കിലൂടെയും സാവധാനം ശ്വാസം വലിച്ചെടുക്കണം. ഒരു ശബ്ദം ഉളവാക്കിക്കൊണ്ട് തൊണ്ട മുതൽ ഹൃദയം വരെ അതിന്റെ സ്പർശം അനുഭവപ്പെടുന്ന വിധത്തിൽ. ഉജ്ജായി കുംഭകത്തിന്റെ ഈ വിവരണം തൊണ്ടയിൽ ഒരു ചെറിയ സങ്കോചം സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ശ്വസനത്തെ സൂചിപ്പിക്കുന്നു. ഇതൊരു പ്രത്യേക നാദം ഉളവാക്കുന്നു. ഇന്ന് ഈ ശ്വസന രീതിയിൽ ലോകമെമ്പാടും യോഗാഭ്യാസികൾക്കിടയിൽ പരിചിതമാണ്. ഹൃദയാവധി, ഹൃദയം വരെ എന്ന വാക്ക് ശ്വാസത്തിന്റെ സ്പർശനാനുഭവം ശരീരത്തിന്റെ ഒരു നിശ്ചിത പാതയിലൂടെ അനുഭവപ്പെടണം എന്ന കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ഈ ക്രിയയുടെ പൂർത്തീകരണം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. പൂർവവത് കുംഭയേത് പ്രാണം രേചയേത് ഇടയാ തഥാ ശ്ലേഷ്മദോഷഹരം കണ്ഠേ ദേഹാനല വിവർധനം. മുൻപത്തെ പോലെ പ്രാണനെ പിടിച്ചു നിർത്തിയ ശേഷം ഇടാനാഡിയിലൂടെ ഇടതു മൂക്കിലൂടെ പുറത്തുവിടണം. ഇത് തൊണ്ടയിലെ കഫദോഷത്തെ അകറ്റുകയും ദേഹാഗ്നിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മുൻപത്തെ പോലെ എന്ന വാക്ക് സൂര്യഭേദനത്തിലേതുപോലെ
തലമുടി മുതൽ നഖാഗ്രം വരെ അതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നത് വരെ ധരിക്കണം എന്ന നിർദ്ദേശം ഇവിടെയും ബാധകമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഈ കുംഭകം എല്ലാ ബാക്കിയുള്ള കുംഭകങ്ങൾക്കും ഒരു മാതൃകയായി വർത്തിക്കുന്നു. ഉജ്ജായിയുടെ പ്രത്യേകത ഇത് കഫദോഷത്തെ ലക്ഷ്യമാക്കുന്നു എന്നതാണ്. സൂര്യഭേദനം വാതദോഷത്തെ ലക്ഷ്യമാക്കുന്നത് പോലെ ഓരോ കുംഭകവും ത്രിദോഷത്തിലെ ഓരോ ദോഷത്തെ പ്രത്യേകം കൈകാര്യം ചെയ്യുന്നു എന്ന ഒരു കൃത്യമായ ഘടന ഇവിടെ കാണാം. ഉജ്ജായിയുടെ കൂടുതൽ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. നാഡീ ജലോദരാ ധാതു ഗതദോഷ വിനാശനം ഗച്ഛതാ തിഷ്ഠതാ കാര്യം ഉജ്ജായിയാഖ്യം തു കുംഭകം. ഇത് നാഡികളിലെ രോഗങ്ങളെയും ജലോദരത്തെയും ധാതുക്കളിലെ ദോഷങ്ങളെയും നശിപ്പിക്കുന്നു. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉജ്ജായി എന്ന കുംഭകം അഭ്യസിക്കാവുന്നതാണ്. ഇവിടെ ഒരു പ്രത്യേകത എടുത്തു പറയുന്നു. ഉജ്ജായി കുംഭകം ഇരുന്നു കൊണ്ട് മാത്രമല്ല നടക്കുമ്പോഴും നിൽക്കുമ്പോഴും അഭ്യസിക്കാമെന്നാണ്. ഇത് ദൈനംദിന ജീവിതത്തിലേക്ക് പ്രാണായാമ അഭ്യാസത്തെ സന്നിവേശിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക സാധ്യത തുറന്നു തരുന്നു. 7 ധാതുക്കൾ ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിവയിലെ ദോഷങ്ങളെ ശമിപ്പിക്കുന്നു എന്ന പരാമർശം ഈ കുംഭകത്തിന്റെ ആഴത്തിലുള്ള ചികിത്സാപരമായ വ്യാപ്തിയെ കാണിക്കുന്നു. മൂന്നാമത്തെ കുംഭകമായ സീത്കാരിയിലേക്ക് ഇനി കടക്കാം. അഥ സീത്കാരി സീത്കാം കുര്യാത് തഥാ വക്ത്രേ ഘ്രാണേ നൈവ വിജിംഭികാം ഏവമഭ്യാസയോഗേന കാമദേവോ ദ്വിതീയകഃ. വായുവിലൂടെ സീ എന്ന ശബ്ദം ഉളവാക്കിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. മൂക്കിലൂടെ മാത്രം പുറത്തു വിടണം. ഇപ്രകാരം നിരന്തരം അഭ്യസിക്കുന്നതിലൂടെ യോഗി രണ്ടാം കാമദേവനെ പോലെ അസാധാരണ സൗന്ദര്യമുള്ള ആളായി മാറും. സീത്കാരി കുംഭകത്തിന്റെ ഈ വിവരണം മറ്റു കുംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശ്വസന രീതി അവതരിപ്പിക്കുന്നു. വായുവിലൂടെ ശബ്ദത്തോടെയുള്ള ഉൾശ്വാസം. കാമദേവനെ പോലെ എന്ന ഉപമ ഈ അഭ്യാസത്തിന്റെ ഫലമായി ലഭിക്കുന്ന ശാരീരികമായ ആകർഷണീയതയെ കാവ്യാത്മകമായി സൂചിപ്പിക്കുന്നു. ശ്വാസം പിടിച്ചു നിർത്തുന്ന കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നില്ലെങ്കിലും മറ്റു കുംഭകങ്ങളിലെ പോലെ ഇവിടെയും അത് ഉള്ളടക്കത്തിൽ വരുന്നു എന്ന് മനസ്സിലാക്കണം. ഈ അഭ്യാസത്തിന്റെ കൂടുതൽ അഗാധമായ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. യോഗിനി ചക്രസമ്മാന്യഃ സൃഷ്ടിസംഹാരകാരകഃ ന ക്ഷുധാ ന തൃഷാ നിദ്രാ നൈവാലസ്യം പ്രജായത്തെ. അയാൾ യോഗിനി സമൂഹത്താൽ ആദരിക്കപ്പെടുന്നു. സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ശക്തി കൈവരിക്കുന്നു. വിശപ്പോ ദാഹമോ ഉറക്കമോ അലസതയോ അയാളെ ബാധിക്കുന്നില്ല. ഈ ശ്ലോകത്തിൽ വിവരിക്കുന്ന ഫലങ്ങൾ അതിശയോക്തിപരമായി തോന്നാമെങ്കിലും ഇത് ശരീരത്തിന്റെ അടിസ്ഥാന ജൈവാവശ്യങ്ങൾക്ക് അതീതമായി ഉയരാനുള്ള യോഗിയുടെ ശേഷിയെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. വിശപ്പ്, ദാഹം, ഉറക്കം, അലസത സാധാരണ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഈ അടിസ്ഥാന പ്രേരണകളിൽ നിന്നുള്ള മോചനം ആത്മീയമായ ഉന്നതാവസ്ഥയുടെ ഒരു അടയാളമായി ചിത്രീകരിക്കുന്നു. സൃഷ്ടി സംഹാര ശക്തി എന്നത് യോഗിയുടെ ആന്തരികമായ പരമാധികാര ബോധത്തിന്റെ ഒരു കാവ്യാത്മക ആവിഷ്കാരമായി മനസ്സിലാക്കാം. സീത്കാരി കുംഭകത്തിന്റെ അന്തിമ ഫലം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഭവേത് സത്വം ച ദേഹസ്യ സർവോപദ്രവവർജിതഃ അനേന വിധിനാ സത്യം യോഗീന്ദ്രോ ഭൂമിമണ്ഡലേ. ഈ രീതിയിലൂടെ ശരീരത്തിന് പൂർണ്ണ നിയന്ത്രണം കൈവരുന്നു. സകല ഉപദ്രവങ്ങളിൽ നിന്നും മുക്തനാകുന്നു. തീർച്ചയായും ഭൂമണ്ഡലത്തിലെ ശ്രേഷ്ഠനായ യോഗിയായി മാറുന്നു. സീത്കാരി കുംഭകത്തിന്റെ വിവരണം ഇവിടെ പൂർത്തിയാകുന്നു. ശരീരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം എന്നത് ശാരീരികവും മാനസികവുമായ എല്ലാ പ്രവർത്തനങ്ങളും യോഗിയുടെ ബോധപൂർവമായ അധീനതയിലാകുന്നു എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. യോഗീന്ദ്രൻ അല്ലെങ്കിൽ യോഗികൾ ശ്രേഷ്ഠൻ എന്ന വിശേഷണം ഈ അഭ്യാസത്തിലൂടെ കൈവരിക്കുന്ന ആത്മീയമായ ഔന്നത്യത്തെ അടയാളപ്പെടുത്തുന്നു. നാലാമത്തെ കുംഭകമായ ശീതളിയിലേക്ക് ഇനി കടക്കാം. അഥ ശീതളി ജിഹ്വയാ വായുമാകൃഷ്യ പൂർവവത് കുംഭസാധനം ശനകൈഃ ഘ്രാണരന്ധ്രാഭ്യാം രേചയേത് പവനം സുധീ. നാവുകൊണ്ട് വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് മുൻപത്തെ പോലെ കുംഭകം ചെയ്ത ശേഷം ബുദ്ധിമാനായ യോഗി 2 മൂക്കിലൂടെയും സാവധാനം ശ്വാസം പുറത്തുവിടണം. ശീതളി കുംഭകം നാവിലൂടെയുള്ള ഒരു സവിശേഷ ശ്വസന രീതിയാണ്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒരു ക്രിയയാണ്. സൂര്യഭേദനത്തിന്റെ ഉഷ്ണശക്തിക്ക് വിപരീതമായ ഒരു ശാന്തത തരും. ബുദ്ധിമാൻ എന്ന വിശേഷണം യോഗിക്ക് നൽകുന്നത്
ഇത്തരം സൂക്ഷ്മമായ ക്രിയകൾ ബോധപൂർവമായ അറിവോടെ മാത്രമേ ചെയ്യാവൂ എന്ന സൂചന നൽകുന്നു. ശീതളിയുടെ ചികിത്സാ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. गुल्मप्लीहादिकान् रोगान् ज्वरं पित्तं क्षुधान्तृषां विषाणि शीतली नाम कुम्भिकेयं निहन्ति हि. ഗ്രന്ഥിരോഗം, പ്ലീഹാരോഗം തുടങ്ങിയവ, പനി, പിത്തദോഷം, വിശപ്പ്, ദാഹം, വിഷബാധകൾ എന്നിവയെ ശീതളി എന്ന ഈ കുംഭകം നശിപ്പിക്കുന്നു. ശീതളി കുംഭകത്തിന്റെ ചികിത്സാ വ്യാപ്തി ശ്രദ്ധേയമാണ്. പിത്തദോഷത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പനിയും ദാഹവും ഉൾപ്പെടെ ഉഷ്ണ സ്വഭാവമുള്ള രോഗാവസ്ഥകളെ ഇത് ശമിപ്പിക്കുന്നു. ഇത് ഈ കുംഭകത്തിന്റെ തണുപ്പിക്കുന്ന സ്വഭാവവുമായി പൂർണ്ണമായി ചേരുന്നു. വിഷബാധയെ ചെറുക്കുന്നു എന്ന പരാമർശം കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ശരീരത്തിലെ ഏത് ദോഷം ചെയ്യുന്ന ചൂടും ഇത് കുറയ്ക്കും എന്നിത് കാണിക്കുന്നു. അഞ്ചാമത്തെ ഏറ്റവും ശക്തിയേറിയ കുംഭകമായ ഭസ്ത്രികയിലേക്ക് ഇനി കടക്കാം. अथ भस्त्रिका ऊर्वोरुपरि स्थाप्य शुभे पादतले उभे पद्मासनं भवेदेतत् सर्वपापप्रणाशनम्. രണ്ട് പാദതലങ്ങളും എതിർ തുടകൾക്ക് മേൽ ഭദ്രമായി വച്ചാൽ ഉണ്ടാകുന്ന ഇരിപ്പാണ് പദ്മാസനം. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന ഈ ആസനത്തിലാണ് ഭസ്ത്രികാ കുംഭകം ചെയ്യേണ്ടത്. ഭസ്ത്രികാ കുംഭകത്തിന്റെ വിവരണം ആരംഭിക്കുന്നത് അതിനുള്ള ആസനത്തിന്റെ പുനഃസ്ഥാപനത്തോടെയാണ്. 7-ാം ശ്ലോകത്തിൽ പറഞ്ഞ അതേ പദ്മാസനം. ഭസ്ത്രിക ഏറ്റവും തീവ്രമായ കുംഭകമായതിനാൽ ശരീരത്തിന് പരമാവധി സ്ഥിരതയും ഭദ്രതയും വേണമെന്നതിനാൽ ഈ ആസനം ഒരു ഓർമ്മപ്പെടുത്തലായി വരുന്നു. ഭസ്ത്രികയുടെ യഥാർത്ഥ ക്രിയാവിധി അടുത്ത ശ്ലോകത്തിൽ ആരംഭിക്കുന്നു. सम्यक् पद्मासनं बद्ध्वा समग्रीवोदरः सुधी मुखं संयम्य यत्नेन प्राणं घ्राणेन रेचयेत् यथा लगति हृत्कण्ठे कपालावधि सस्वनं वेगेन पूरयेच्चापि हृत्पद्मावधिमारुतम्. പദ്മാസനത്തിൽ ശരിയായിരുന്ന് കഴുത്തും ഉദരവും നിവർത്തി ബുദ്ധിമാനായ യോഗി വായ അടച്ചു പിടിച്ച് ശ്രമപൂർവ്വം മൂക്കിലൂടെ ശ്വാസം പുറത്തുവിടണം. ഹൃദയം, തൊണ്ട, ശിരസ് വരെ അതിന്റെ ശബ്ദവും സ്പർശവും അനുഭവപ്പെടുന്ന വിധത്തിൽ. പിന്നീട് വേഗത്തിൽ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഹൃദയപദ്മം വരെ എത്തിക്കണം. ഇവിടെ ഭസ്ത്രികയുടെ അടിസ്ഥാന ചലനം വിവരിക്കുന്നു. ശക്തിയോടെയുള്ള ശ്വാസോച്ഛ്വാസവും ഹൃദയം മുതൽ തല വരെ അതിന്റെ പ്രഭാവം അനുഭവപ്പെടണം എന്ന കൃത്യമായ നിർദ്ദേശത്തോടെ. ഇത് മറ്റു കുംഭകങ്ങളെക്കാൾ കൂടുതൽ ശാരീരികമായ തീവ്രത ആവശ്യപ്പെടുന്ന ഒരു ക്രിയയാണ്. ഈ ചലനത്തിന് തുടർച്ച അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. पुनर्विरेचयेत् तद्वत् पूरयेच्च पुनः पुनः यथैव लोहकारेण भस्त्रावेगेन चाल्यते. വീണ്ടും വീണ്ടും ഇതേവിധം ശ്വാസം പുറത്തുവിടുകയും ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യണം. കൊല്ലൻ തന്റെ ഉല വേഗത്തിൽ ചലിപ്പിക്കുന്നത് പോലെ. ഇവിടെ ഭസ്ത്രികയുടെ പേരിന്റെ ഉത്ഭവം വ്യക്തമാകുന്നു. ഭസ്ത്ര എന്നാൽ ഉല എന്നാണ് അർത്ഥം. കൊല്ലന്റെ ഉലയുടെ വേഗതയാർന്ന് താളമുള്ള ചലനത്തോടെ ഈ ശ്വസനക്രിയയെ ഉപമിക്കുന്നത് അതിന്റെ ശക്തിയും വേഗതയും കൃത്യമായി കാണിക്കുന്നു. ഇത് വയറ്റിലെ പേശികളുടെ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ പറ്റൂ എന്നിവിടെ പറയുന്നു. വെറും ശ്വാസകോശത്തിന്റെ ചലനമല്ല, വയറ്റിലെ പേശികളുടെ സജീവമായ പങ്കാളിത്തം ഇതിന് വേണം. ഈ തീവ്രമായ അഭ്യാസത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. तथैव स्वशरीरस्थं चालयेत् पवनं धिया यदा श्रमो भवेत् देहे तदा सूर्येण पूरयेत्. ഇപ്രകാരം ബോധപൂർവം ശരീരത്തിനുള്ളിലെ വായുവിനെ ചലിപ്പിക്കണം. ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ വലതുമുഖിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം. ഇവിടെ ശരീരത്തിന്റെ ക്ഷീണം തിരിച്ചറിയാനും അതിനനുസരിച്ച് അഭ്യാസത്തിന്റെ വേഗം മാറ്റാനുമുള്ള ഒരു പ്രായോഗിക നിർദ്ദേശം തരുന്നു. ശക്തിയേറിയ ഭസ്ത്രികാ ചലനത്തിന് ശേഷം ക്ഷീണം തോന്നുമ്പോൾ വലതുമുഖിലൂടെ ശ്വാസം എടുത്ത് ഒരു മാറ്റം ഉണ്ടാക്കുന്നു. ഇത് ഹഠയോഗ സാധനയിലെ ശരീരബോധത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നു. ബലം പ്രയോഗിച്ച് തുടരുന്നതിന് പകരം ശരീരം പറയുന്നത് ശ്രദ്ധിച്ച് അഭ്യാസം മാറ്റുന്നു. ഈ ക്രിയയുടെ അടുത്ത ഘട്ടം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. यथोदरं भवेत् पूर्णम् अनिलेन तथा लघु धारयेत् नासिकां मध्या तर्जनीभ्यां विना दृढम्. ഉദരം വേഗത്തിൽ വായു കൊണ്ട് പൂർണ്ണമായി നിറച്ച ശേഷം നടുവിരലും ചൂണ്ടുവിരലും ഒഴിച്ച് ബാക്കി വിരലുകൾ കൊണ്ട് മൂക്ക് ദൃഢമായി അടച്ചു പിടിക്കണം. ഇവിടെ ഭസ്ത്രികയുടെ കുംഭക ഘട്ടത്തിലേക്കുള്ള മാറ്റം വിവരിക്കുന്നു.
ഉദരം പൂർണ്ണമായി വായുവിനാൽ നിറച്ച ശേഷം മൂക്കിനെ ഒരു പ്രത്യേക മുദ്രയിലൂടെ അടച്ചു പിടിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ആധുനിക പ്രാണായാമ പഠനത്തിലും ഉപയോഗിക്കുന്ന നാസികാമുദ്രയോട് സാമ്യമുള്ളതാണ്. മധ്യമവിരലും ചൂണ്ടുവിരലും ഒഴിവാക്കി തള്ളവിരൽ, മോതിരവിരൽ, ചെറുവിരൽ എന്നിവ ഉപയോഗിക്കുന്ന ഈ കൃത്യമായ വിരൽ വിന്യാസം ഹഠയോഗ സാങ്കേതിക വിദ്യയുടെ അതിസൂക്ഷ്മത കാണിക്കുന്നു. കുംഭകത്തിന് ശേഷമുള്ള രേചകം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. വിധിവത് കുംഭകം കൃത്വാ രേചയേദ് ഇടയാനിലം വാതപിത്തശ്ലേഷ്മഹരം ശരീരാഗ്നി വിവർധനം. യഥാവിധി കുംഭകം ചെയ്ത ശേഷം ഇടാനാഡിയിലൂടെ ശ്വാസം പുറത്തുവിടണം. ഇത് വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെയും ശമിപ്പിക്കുകയും ശരീരാഗ്നിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭസ്ത്രിക കുംഭകത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത ഇവിടെ വ്യക്തമാകുന്നു. മറ്റു കുംഭകങ്ങൾ ഓരോന്നും ഒരു പ്രത്യേക ദോഷത്തെ ലക്ഷ്യമാക്കുമ്പോൾ ഭസ്ത്രിക ഒരേ സമയം വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെ ശമിപ്പിക്കുന്നു. ഇത് ഭസ്ത്രികയുടെ സമഗ്രമായ ചികിത്സാശക്തിയെ കാണിക്കുന്നു. ഭസ്ത്രികയുടെ ആത്മീയമായ ഫലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. കുണ്ടലീബോധകം ക്ഷിപ്രം പവനം സുഖദം ഹിതം ബ്രഹ്മനാഡീമുഖേ സംസ്ഥ കഫാദ്യർഗലനാശനം. ഇത് കുണ്ടലിനിയെ വേഗത്തിൽ ഉണർത്തുന്നു, ശുദ്ധീകരണവും ക്ഷേമവും പ്രദാനം ചെയ്യുന്നു. ബ്രഹ്മനാഡിയുടെ വാതിലിൽ കുടുങ്ങിക്കിടക്കുന്ന കഫം പോലെയുള്ള തടസ്സങ്ങളെ മാറ്റുന്നു. ഇവിടെയാണ് ഈ അധ്യായത്തിൽ ആദ്യമായി കുണ്ടലിനി എന്ന ആശയം സ്പഷ്ടമായി അവതരിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന്റെ താഴ്ഭാഗത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഊർജമായ യോഗശാസ്ത്രം ഇതിനെ കാണുന്നു. യോഗക്രിയകളിലൂടെ ഇതിനെ ഉണർത്താം. അപ്പോൾ യോഗിക്ക് സമ്പന്നവും തീവ്രവുമായ ഒരു അനുഭവം ഉണ്ടാകും. പുറകിലൂടെ ശിരസിലേക്ക് എന്തോ ഉയരുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ബ്രഹ്മനാഡിയുടെ മുഖത്തുള്ള തടസ്സങ്ങൾ നീക്കുന്നു എന്ന പരാമർശം ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ വിവരിച്ച നാഡീശുദ്ധിയുടെ ലക്ഷ്യം തന്നെ ഭസ്ത്രികയിലൂടെ കൂടുതൽ ശക്തമായി സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നു. ഭസ്ത്രികയുടെ പ്രാധാന്യം അടുത്ത ശ്ലോകത്തിൽ ഊന്നിപ്പറയുന്നു. സമ്യക് ഗാത്ര സമുദ്ഭൂത ഗ്രന്ഥിത്രയ വിഭേദകം വിശേഷേണൈവ കർത്തവ്യം ഭസ്ത്രാഖ്യം കുംഭകം ത്വിദം. സുഷുമ്ന നാഡിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 3 ഗ്രന്ഥികളെയും ഫലപ്രദമായി ഭേദിക്കുന്ന ഭസ്ത്രികാ കുംഭകം പ്രത്യേകം ശ്രദ്ധയോടെ അഭ്യസിക്കേണ്ടതാണ്. ഇവിടെ ത്രിഗ്രന്ഥികൾ എന്ന ആശയം അവതരിപ്പിക്കപ്പെടുന്നു. സുഷുമ്ന നാഡിയിലുള്ള 3 ഊർജ തടസ്സങ്ങൾ. ബ്രഹ്മഗ്രന്ഥി മൂലാധാര ചക്രത്തിന്റെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുഗ്രന്ഥി അനാഹത ചക്രത്തിന്റെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. രുദ്രഗ്രന്ഥി ആജ്ഞാചക്രത്തിന്റെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കുണ്ടലിനി ശക്തി ഉയരുന്ന വഴിയിൽ ഈ 3 ഗ്രന്ഥികളും ഭേദിക്കപ്പെടണം എന്നാണ് ഹഠയോഗ സങ്കല്പം. ഭസ്ത്രിക ഈ പ്രക്രിയയിൽ പ്രത്യേകം ഫലപ്രദമാണ് എന്ന് സ്വാത്മാരാമൻ ഊന്നിപ്പറയുന്നു. ഇത് ഭസ്ത്രികയെ 8 കുംഭകങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ഒന്നായി കാണിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധയോടെ എന്ന വാക്ക് ജാഗ്രതയോടെ വേണം ഇത് ചെയ്യാനെന്ന് മുന്നറിയിപ്പ് തരുന്നത്. 6ാമത്തെ കുംഭകമായ ഭ്രാമരിയിലേക്ക് ഇനി കടക്കാം. അഥ ഭ്രാമരി വേഗാദ്ഘോഷം പൂരകം ഭൃംഗനാദം ഭൃംഗീനാദം രേചകം മന്ദമന്ദം യോഗീന്ദ്രാണമേവമഭ്യാസയോഗാത് ചിത്തേ ജാതാ കാചിദ് ആനന്ദലീല. ആൺവണ്ടിന്റെ മൂളൽ പോലുള്ള ശബ്ദത്തോടെ വേഗത്തിൽ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചും പെൺവണ്ടിന്റെ നേർത്ത മൂളൽ പോലുള്ള ശബ്ദത്തോടെ സാവധാനം പുറത്തുവിട്ടും അഭ്യസിക്കുന്ന ഈ ക്രിയയിലൂടെ ശ്രേഷ്ഠരായ യോഗികളുടെ മനസ്സിൽ വാക്കിൽ പറയാൻ പറ്റാത്ത ഒരു സന്തോഷം ഉണ്ടാകും. ഭ്രാമരി കുംഭകം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു അസാധാരണ സൗന്ദര്യമുള്ള ക്രിയയാണ്. വണ്ടിന്റെ മൂളൽ ശബ്ദത്തെ അനുകരിച്ചുകൊണ്ടുള്ള ശ്വസനം. ആൺ പെൺ വണ്ടുകളുടെ വ്യത്യസ്ത ശബ്ദങ്ങളെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ശ്വാസത്തിന് ഉപമിക്കുന്ന ഈ കാവ്യാത്മക ചിത്രീകരണം ശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന ഉള്ളിലെ നാദാനുഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇവിടെ വിവരിക്കുന്ന സന്തോഷം എന്ന അനുഭവം ശ്വാസത്തിലൂടെ ജനിക്കുന്ന ധ്വനിയിൽ മനസ്സ് ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഗാധമായ ആന്തരിക അനുഭൂതിയാണ്. 7ാമത്തെ കുംഭകമായ മൂർച്ചയിലേക്ക് ഇനി കടക്കാം. അഥ മൂർച്ഛ പൂരകാന്തേ ഗാഢതരം ബദ്ധ്വാ ജാലന്ധരം ശനൈഃ രേചയേദ് മൂർച്ഛാഖ്യേയം മനോമൂർച്ഛാ സുഖപ്രദ. പൂരകത്തിന്റെ അവസാനം ജാലന്ധര ബന്ധം ദൃഢമായി ചെയ്ത് സാവധാനം ശ്വാസം പുറത്തുവിടണം. ഇതാണ് മൂർച്ഛ എന്നറിയപ്പെടുന്നത്. മനസ്സിന്റെ ബോധാതീത അവസ്ഥയിലേക്കുള്ള ഒരു സുഖദായകമായ പ്രവേശം.
മൂർച്ഛ കുംഭകത്തിന്റെ പ്രത്യേകത ജാലന്ധര ബന്ധം കേവല കുംഭകത്തിന്റെ സമയത്ത് മാത്രമല്ല രേചകത്തിന്റെ സമയത്തും തുടരുന്നു എന്നാണ്. ഇത് ക്രമേണ ബോധത്തിന്റെ പൂർണ്ണമായ വിസ്മൃതിയിലേക്ക് നയിക്കുന്നു എന്ന് സ്വാത്മാരാമൻ വിവരിക്കുന്നു. മനോമൂർച്ഛ എന്ന പ്രയോഗം മനസ്സിന്റെ മൂർച്ഛാവസ്ഥ സാധാരണ ബോധത്തിനും ധ്യാനാവസ്ഥയ്ക്കും ഇടയിലുള്ള ഒരു അസാധാരണമായ അനുഭവത്തെ സൂചിപ്പിക്കുന്നു. ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് സുഖദായകമായ ഒരു അനുഭവമായി ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നു. എട്ടാമത്തെയും അവസാനത്തെയും കുംഭകമായ പ്ലാവനിയിലേക്ക് ഇനി കടക്കാം. അഥ പ്ലാവിനി അന്തഃ പ്രവർത്തിതോദാര മാരുതാപൂരിതോദരഃ പയസി യഗാധേപി സുഖാത് പ്ലവത്തെ പദ്മപത്രവത്. ഉള്ളിലേക്ക് ധാരാളമായി വായു നിറച്ച് ഉദരം പൂർണ്ണമായി വീർപ്പിച്ച യോഗി ആഴമേറിയ ജലത്തിൽ പോലും ഒരു താമര ഇല പോലെ സുഖപൂർവം പൊങ്ങിക്കിടക്കുന്നു. 8 കുംഭങ്ങളിലെ അവസാനത്തേതായ പ്ലാവിനി ഒരു അസാധാരണ ശാരീരിക കഴിവിനെ വിവരിക്കുന്നു. ഉദരത്തിൽ വായു നിറച്ചുകൊണ്ട് ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ്. വായ, അന്നനാളം എന്നിവയിലൂടെ ധാരാളമായി വായു ഉള്ളിലേക്ക് കടത്തിയ ശേഷം ആഴമേറിയ പൂരകവും കുംഭകവും രേചകവും ചെയ്യുന്നുവെന്ന് പിൽക്കാല വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. ശരീരത്തിന്റെ സാന്ദ്രത തന്നെ ബോധപൂർവം മാറ്റാൻ കഴിയുന്ന ഈ കഴിവ് ഹഠയോഗികളുടെ ശരീര നിയന്ത്രണത്തിന്റെ ഒരു അപൂർവ ഉദാഹരണമായി ഇവിടെ പറയുന്നു. 8 കുംഭകങ്ങളും പൂർത്തിയായതോടെ ഇനി പ്രാണായാമത്തിന്റെ അടിസ്ഥാന വർഗീകരണത്തിലേക്ക് സ്വാത്മാരാമൻ മടങ്ങുന്നു. പ്രാണായാമസ്ത്രിധാ പ്രോക്തഃ രേചപൂരക കുംഭകൈഃ സഹിതഃ കേവലശ്ചേതി കുംഭകോ ദ്വിവിധോ മതഃ. പ്രാണായാമം 3 പ്രക്രിയകളാൽ ചേർന്നതാണ് എന്ന് പറയപ്പെടുന്നു. രേചകം പുറത്തുവിടൽ, പൂരകം ഉള്ളിലേക്ക് വലിക്കൽ, കുംഭകം ധരിക്കൽ. പ്രാണായാമം 3 പ്രക്രിയകളാൽ ചേർന്നതാണ് എന്ന് പറയപ്പെടുന്നു. രേചകം പുറത്തുവിടൽ, പൂരകം ഉള്ളിലേക്ക് വലിക്കൽ, കുംഭകം ധരിക്കൽ. കുംഭകം സഹിതം കേവലം എന്ന് 2 തരമുണ്ട്. 18ാം ശ്ലോകത്തിൽ സൂചിപ്പിച്ച 3 ഘടകങ്ങൾ ഇവിടെ ഔപചാരികമായി നിർവചിക്കപ്പെടുന്നു. ഇത് ഈ അധ്യായത്തിൽ ഒരു പ്രധാന വഴിത്തിരിവാണ്. ഇതുവരെ വിവിധ പ്രായോഗിക ക്രിയകൾ വിവരിച്ച ശേഷം ഇപ്പോൾ അവയുടെ സിദ്ധാന്ത ഭാഗം പറയുന്നു. സഹിത കുംഭവും കേവല കുംഭവും തമ്മിലുള്ള ഈ വേർതിരിവ് യോഗസാധനയുടെ 2 വ്യത്യസ്ത ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ആദ്യത്തേത് പരിശ്രമത്തോടെയുള്ളതും രണ്ടാമത്തേത് സ്വാഭാവികവും പ്രയത്നരഹിതവുമാണ്. ഈ 2 തരം കുംഭകങ്ങളും അടുത്ത ശ്ലോകത്തിൽ വിശദമായി നിർവചിക്കുന്നു. അഥ സഹിതഃ രേചകഃ പൂരകഃ കാര്യഃ സവൈ സഹിത കുംഭകഃ. അഥ കേവലഃ രേചകം പൂരകം മുക്ത്വാ സുഖം യദ്വായുധാരണം പ്രാണായാമോ യമിത്യുക്തഃ സവൈ കേവല കുംഭകഃ. രേചകവും പൂരകവും ചേർന്ന് ചെയ്യുന്ന പ്രാണായാമമാണ് സഹിത കുംഭകം. രേചകവും പൂരകവും കൂടാതെ യാതൊരു പ്രയത്നവും ഇല്ലാതെ ശ്വാസത്തെ സുഖമായി പിടിച്ചു നിർത്തുന്നതാണ് കേവല കുംഭകം എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥ പ്രാണായാമം. ഈ ശ്ലോകം സഹിതത്തിനും കേവലത്തിനും ഇടയിലുള്ള അന്തരം കൃത്യമായി വരച്ചു കാട്ടുന്നു. സഹിത കുംഭകത്തിൽ ബോധപൂർവമായ ശ്വാസോച്ഛ്വാസ പ്രക്രിയകൾ ഉൾപ്പെടുന്നു. എന്നാൽ കേവല കുംഭകത്തിൽ ശ്വാസം സ്വയമേവ ഒരു പരിശ്രമവും ഇല്ലാതെ നിശ്ചലമായി നിലനിൽക്കുന്നു. ഇത് പ്രാണായാമ സാധനയുടെ പരമമായ ലക്ഷ്യമായി അവതരിപ്പിക്കപ്പെടുന്നു. സഹിതം ഒരു പരിശീലന ഘട്ടം മാത്രമാണ്. കേവലമാണ് യഥാർത്ഥ പ്രാണായാമം എന്ന ദാർശനിക പ്രഖ്യാപനം ഇവിടെ കാണും. കേവല കുംഭകം സിദ്ധിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കുംഭകേ കേവലേ സിദ്ധേ രേചകപൂരകവർജിതേ ന തസ്യ ദുർലഭം കിഞ്ചിത് ത്രിഷു ലോകേഷു വിദ്യത്തെ. രേചകവും പൂരകവും ഇല്ലാതെ അഭ്യസിക്കുന്ന കേവല കുംഭകം സിദ്ധിച്ചാൽ 3 ലോകങ്ങളിലും അയാൾക്ക് അപ്രാപ്യമായി യാതൊന്നും തന്നെയില്ല. ഇതൊരു അതിശക്തമായ പ്രഖ്യാപനമാണ്. കേവല കുംഭകത്തിന്റെ സിദ്ധി സാധകനെ സകല പരിമിതികൾക്കും അതീതനാക്കുന്നു എന്ന വാഗ്ദാനം. ഗ്രന്ഥത്തിൽ തന്നെ ഇതൊരു കാവ്യാത്മകമായ അതിശോക്തിയായി പിന്നീട് വിശദീകരിക്കപ്പെടുന്നു. അക്കാലത്ത് സാധാരണമായിരുന്ന ഒരു പ്രശംസാ ശൈലിയായി ഇതിനെ കാണാം. എന്നിരുന്നാലും ഈ പ്രഖ്യാപനത്തിന്റെ അന്തർലീനമായ അർത്ഥം അവഗണിക്കാവുന്നതല്ല. കേവല കുംഭകം എന്ന അവസ്ഥ യോഗിക്ക് ഒരു പൂർണ്ണമായ ആന്തരിക സ്വാതന്ത്ര്യബോധം നൽകുന്നു എന്നതാണ് ഇതിന്റെ യഥാർത്ഥ സന്ദേശം. ഈ സിദ്ധിയുടെ കൂടുതൽ പ്രായോഗികമായ ഫലം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ശക്തഃ കേവല കുംഭേന യഥേച്ഛം വായുധാരണാത്
രാജയോഗപദം ചാപി ലഭത്തെ നാത്ര സംശയഃ. കേവല കുംഭകത്തിലൂടെ ഇഷ്ടാനുസരണം ശ്വാസത്തെ ധരിക്കാൻ ശക്തനായവൻ തീർച്ചയായും രാജയോഗത്തിന്റെ പദവിയും കൈവരിക്കുന്നു. ഇതിൽ സംശയമില്ല. ഇവിടെ ഹഠയോഗ പ്രദീപികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക കണ്ണുകളിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്നു. ഹഠയോഗവും രാജയോഗവും തമ്മിലുള്ള ബന്ധം. ശ്വാസ നിയന്ത്രണത്തിന്റെ പരമോന്നത അവസ്ഥയായ കേവല കുംഭകം കേവലം ശാരീരികമായ ഒരു നേട്ടമല്ല, മറിച്ച് രാജയോഗം എന്ന ഉന്നത ധ്യാനാവസ്ഥയിലേക്കുള്ള കവാടമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഇത് ഹഠയോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കേവലം ശാരീരിക ആരോഗ്യമല്ല, മറിച്ച് ഏറ്റവും ഉയർന്ന ആത്മീയാവസ്ഥയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ഈ ബന്ധം കൂടുതൽ ആഴത്തിൽ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു. കുംഭകാത് കുണ്ടലീബോധഃ കുണ്ടലീബോധതോ ഭവേത് അനർഗലാ സുഷുമ്നാ ച ഹഠസിദ്ധിശ്ച ജായത്തെ. കുംഭകത്തിലൂടെ കുണ്ടലിനി ഉണരുന്നു. കുണ്ടലിനിയുടെ ഉണർവിലൂടെ സുഷുമ്നയുടെ പാത തടസ്സങ്ങളില്ലാതെ ശുദ്ധമാകുന്നു. അതിലൂടെ ഹഠയോഗത്തിലെ സിദ്ധി കൈവരുന്നു. ഇവിടെ ഈ അധ്യായത്തിൽ ഉടനീളം പറഞ്ഞ കാര്യങ്ങൾ കുംഭകം, കുണ്ടലിനി, സുഷുമ്ന, ഫലം ഒരു ശൃംഖല പോലെ ഒരുമിച്ച് കോർത്തിണക്കുന്നു. ഓരോ ഘട്ടവും അടുത്തതിലേക്ക് സ്വാഭാവികമായി നയിക്കുന്നു എന്ന ക്രമമുള്ള ചിന്തയാണിത്. 66-ാം ശ്ലോകത്തിൽ ആദ്യമായി പരാമർശിച്ച കുണ്ടലിനി ഇവിടെ മുഴുവൻ പ്രാണായാമ സാധനയുടെയും കേന്ദ്ര ബിന്ദുവായി സ്ഥാപിക്കപ്പെടുന്നു. ശ്വാസ നിയന്ത്രണം എന്ന പുറമേയുള്ള അഭ്യാസത്തിൽ നിന്ന് കുണ്ടലിനി ഉണരൽ എന്ന ഉള്ളിലെ വലിയ മാറ്റത്തിലേക്കുള്ള ഒരു നേർവഴി ഇവിടെ വരയ്ക്കുന്നു. ഹഠയോഗവും രാജയോഗവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അടുത്ത ശ്ലോകത്തിൽ ഏറ്റവും വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ഹഠം വിനാ രാജയോഗോ രാജയോഗം വിനാ ഹഠഃ ന സിദ്ധ്യതി തതോ യുഗ്മം ആനിഷ്പത്തേഃ സമഭ്യസേത്. ഹഠയോഗമില്ലാതെ രാജയോഗം സിദ്ധിക്കുന്നില്ല, രാജയോഗമില്ലാതെ ഹഠയോഗവും സിദ്ധിക്കുന്നില്ല. അതിനാൽ നിഷ്പത്തി എന്ന അവസ്ഥ കൈവരുന്നത് വരെ ഇവ രണ്ടും ഒരുമിച്ച് അഭ്യസിക്കണം. ഇത് ഹഠയോഗ പ്രദീപികയുടെ ഏറ്റവും പ്രശസ്തവും ഗഹനവുമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഹഠയോഗവും രാജയോഗവും രണ്ട് വേറെ മത്സരിക്കുന്ന വഴികളല്ല, മറിച്ച് ഒരേ കാര്യത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ് എന്ന് സ്വാത്മാരാമൻ ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നു. ശരീരത്തിന്റെ അച്ചടക്കമായ ഹഠയോഗവും മനസ്സിന്റെ ഉന്നതാവസ്ഥയായ രാജയോഗവും പരസ്പരം സഹായകമായി മാത്രമേ പൂർണ്ണത കൈവരിക്കൂ. ശരീരമില്ലാതെ മനസ്സില്ല, മനസ്സിന്റെ ലക്ഷ്യമില്ലാതെ ശാരീരികാഭ്യാസത്തിന് അർത്ഥവുമില്ല എന്ന ആഴമേറിയ സത്യമാണിത്. ഈ ഇരട്ട സാധനയുടെ അവസാന ലക്ഷ്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കുംഭക പ്രാണരോധാന്തെ കുര്യാച്ചിത്തം നിരാശ്രയം ഏവമഭ്യാസയോഗേന രാജയോഗപദം വ്രജേത്. കുംഭകത്തിലൂടെ ശ്വാസം പിടിച്ചു നിർത്തിയ ശേഷം മനസ്സിനെ ഒന്നിലും ഉറപ്പിക്കാതെ ലക്ഷ്യമില്ലാതെയാക്കണം. ഇങ്ങനെ അഭ്യസിക്കുന്നതിലൂടെ യോഗി രാജയോഗത്തിന്റെ പരമോന്നത പദവിയിലേക്ക് നടന്നെടുക്കുന്നു. ഇവിടെ പ്രാണായാമ സാധനയുടെ അന്തിമ ലക്ഷ്യം വെളിവാകുന്നു. ശ്വാസധാരണം അതിൽ തന്നെ ലക്ഷ്യമല്ല, മറിച്ച് അതിലൂടെ മനസ്സിനെ, ചിന്തകളെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. നിരാശ്രയം എന്ന അവസ്ഥ, ഒന്നിലും ഉറച്ചു നിൽക്കാതെ പൂർണ്ണമായ സ്വതന്ത്രമായ ചിത്തം. ഇത് ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ശ്വാസത്തിന്റെ ബാഹ്യമായ നിയന്ത്രണത്തിൽ നിന്ന് മനസ്സിന്റെ ആന്തരികമായ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ പരിവർത്തനമാണ് ഹഠയോഗ പ്രദീപികയുടെ 2-ാം അധ്യായത്തിന്റെ പരമമായ സന്ദേശം. അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തിൽ ഹഠസിദ്ധിയുടെ ബാഹ്യമായ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് സ്വാത്മാരാമൻ സംഗ്രഹിക്കുന്നു. വപുഃ കൃശത്വം വദനേ പ്രസന്നത നാദസ്ഫുടത്വം നയനേ സുനിർമലേ അരോഗതാ ബിന്ദുജയോ അഗ്നിദീപനം നാഡീവിശുദ്ധിർ ഹഠസിദ്ധിലക്ഷണം ഇതി ഹഠപ്രദീപികായാം ദ്വിതീയോപദേശഃ. ശരീരത്തിന്റെ കൃശത്വം അല്ലെങ്കിൽ ശരീരം മെലിയുന്നത്, മുഖത്തിന്റെ പ്രസന്നത, നാദത്തിന്റെ സ്ഫുടത, കണ്ണുകളുടെ നിർമ്മലമായ തിളക്കം, രോഗമില്ലാത്ത അവസ്ഥ, ബിന്ദുവിന്റെ അല്ലെങ്കിൽ ശുക്ലത്തിന്റെ മേലുള്ള നിയന്ത്രണം, ജഠരാഗ്നിയുടെ ജ്വലനം, നാഡികളുടെ പൂർണ്ണശുദ്ധി, ഇവയാണ് ഹഠയോഗ സിദ്ധിയുടെ ലക്ഷണങ്ങൾ. ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകം ഒരു മനോഹരമായ വൃത്തപൂർത്തീകരണമാണ്. 19-20 ശ്ലോകങ്ങളിൽ പരാമർശിച്ച നാഡീശുദ്ധിയുടെ ലക്ഷണങ്ങൾ ഇവിടെ കൂടുതൽ സമ്പൂർണമായി ആവർത്തിക്കപ്പെടുന്നു. ശരീരത്തിന്റെയും മുഖത്തിന്റെയും കണ്ണുകളുടെയും ബാഹ്യമായ അടയാളങ്ങൾ മുതൽ ദഹനശക്തിയുടെയും നാഡീശുദ്ധിയുടെയും ആന്തരികമായ അവസ്ഥകൾ വരെ. ഇവിടെ പറയുന്ന ഓരോ ലക്ഷണവും ഈ അധ്യായത്തിൽ ഉടനീളം പറഞ്ഞ ഓരോ അഭ്യാസത്തിന്റെയും സഞ്ചിത ഫലമായി മനസ്സിലാക്കാം.
ഇത് കേവലം ഒരു ആത്മീയമായ വാഗ്ദാനമല്ല, മറിച്ച് സാധകന് സ്വയം പരിശോധിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു അളവുകോലാണ്. ഇവിടെ സ്വാത്മാരാമൻ രചിച്ച ഹഠയോഗ പ്രദീപികയുടെ ദ്വിതീയോപദേശം സമാപിക്കുന്നു. 78 ശ്ലോകങ്ങൾ ഒരു ശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് കുണ്ടലിനിയുടെ ഉണർവിലൂടെ രാജയോഗത്തിന്റെ പടിവാതിൽക്കൽ വരെ അവസാനിക്കുന്ന ഒരു യാത്ര. സ്വാത്മാരാമൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്ര മാത്രമാണ്: ശരീരവും ശ്വാസവും മനസ്സും ഒന്നാണ്. ഒന്നിനെ ശുദ്ധീകരിക്കാതെ മറ്റൊന്നിനെ ഉയർത്താനാവില്ല. ക്ഷമയോടെ, അച്ചടക്കത്തോടെ, ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയൂ. ഹഠയോഗവും രാജയോഗവും രണ്ടല്ല, ഒന്നാണ് എന്ന ആ അഗാധ സത്യം ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ്. ശരീരത്തെ അവഗണിച്ചുകൊണ്ട് ആത്മീയത തേടുന്നവർക്കും മനസ്സിനെ അവഗണിച്ചുകൊണ്ട് ശരീരത്തെ മാത്രം പരിപാലിക്കുന്നവർക്കും ഒരുപോലെ ഈ പാഠം ബാധകമാണ്. ശ്വാസം എടുക്കുക, അതിനെ അറിയുക, അതിലൂടെ സ്വയം അറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും കമന്റായി പങ്കുവയ്ക്കുക. ഹഠയോഗ പ്രദീപികയുടെ അടുത്ത അധ്യായങ്ങളിലേക്കുള്ള യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.